Very fine. Good morning, good afternoon, good evening to one and all. So this is our day 2, അല്ലേ? So yesterday നമ്മൾ ഇന്നലെ എന്താ പഠിച്ചത്? സ്ട്രാറ്റജിക് മാനേജ്മെന്റിലെ ഫസ്റ്റ് ചാപ്റ്ററിനകത്തുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ പഠിച്ചു. ഒന്ന് സ്ട്രാറ്റജി, രണ്ട് മാനേജ്മെന്റ്. ഇന്നത്തെ ടോപ്പിക് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഇന്നലത്തെ ടോപ്പിക് ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. തിയറി ക്ലാസ്സിന്റെ മെയിൻ പ്രശ്നം, നോർമലി തിയറി പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിവൈസ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്താ തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ മറന്നുപോകും. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റിവൈസ് ഈച്ച് ആൻഡ് എവ്രി ഡേ. ഞാൻ എപ്പോഴും പറയാറുണ്ട് കുട്ടികളോട്, SM, ഓഡിറ്റ്, ഈ തിയറി പേപ്പേഴ്സ് ഇസ് എ പ്രോസസ് ഓഫ് ലേണിംഗ്, ഡി ലേണിംഗ്, റീ ലേണിംഗ് എന്ന് പറയും. ആദ്യം പഠിക്കും ലേണിംഗ്, അത് മറന്നുപോകും, ഡി ലേണിംഗ്, വീണ്ടും നമ്മളത് പഠിക്കണം, റീ ലേണിംഗ്. സോ ഇറ്റ്സ് ജസ്റ്റ് എ സൈക്ലിക് പ്രോസസ് ഓഫ് ലേണിംഗ്, ഡി ലേണിംഗ്, റീ ലേണിംഗ്. എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്, സർ പഠിച്ചപ്പോഴൊക്കെ ഓർമ്മയുണ്ടായിരുന്നു സർ, പക്ഷെ പിന്നീട് അതൊക്കെ മറന്നുപോയി. സോ ഇറ്റ്സ് ജസ്റ്റ് എ ലാക്ക് ഓഫ് റിവിഷൻ. നമ്മൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്താൽ മതി. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ടുഡേസ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഇന്നത്തെ ടോപ്പിക് ഒന്ന് റിവൈസ് ചെയ്യാം അല്ലേ? ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു? ഇത് ഇവിടെ ഉണ്ട്, സ്ട്രാറ്റജി. സ്ട്രാറ്റജിനകത്ത് ഇന്നലെ നമ്മൾ രണ്ട് ടോപ്പിക്കാണ് പഠിച്ചത്. ടോപ്പിക് നമ്പർ 1 സ്ട്രാറ്റജി, ടോപ്പിക് നമ്പർ 2 മാനേജ്മെന്റ്. കറക്റ്റ് അല്ലടാ? യെസ്. സോ വാട്ട് ഈസ് സ്ട്രാറ്റജി? നമുക്കറിയാം സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ 4 കീവേഡ്സ് വരുന്നുണ്ട്. ഒന്ന് പോക്കോ, GCA, DDD, SWOT. പോക്കോ എന്തായിരുന്നു? പോക്കോ സ്ട്രാറ്റജി ഈസ് എ ഗെയിം പ്ലാൻ ടു അച്ചീവ് മാർക്കറ്റ് പൊസിഷൻ, ഓപ്പറേഷൻസ്, customer satisfaction and objectives. I hope you remember all these points. POCO. First one എന്താണ്? POCO. P for position, O for operation, C for customer satisfaction, O for objective. GCA. GCA എന്തായിരുന്നു? G for goal, C for command over situation. അല്ലെ? command over situation. എടാ എന്താണ് ഈ command over situation എന്ന് വെച്ചാൽ? What do you mean by command over situation? That means you are having a control over the situation. See, ആസ് എ ബിസിനസ് പേഴ്സൺ, എനിക്ക് എന്റെ ബിസിനസിന് മുകളിൽ ഒരു കൺട്രോൾ വേണം. ആ കൺട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് എന്റെ ബിസിനസിന് മുകളിൽ ഒരു കൺട്രോൾ വേണം. ആ കൺട്രോളിന് വേണ്ടിയിട്ട് ഞാൻ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ടു ഗെയിൻ എ കമാൻഡ് ഓവർ ദ സിറ്റുവേഷൻ. Third one, to have an advantageous position. What do you mean by advantageous position? A favorable position. എനിക്ക് ബിസിനസ് എനിക്ക് ഫേവറബിൾ ആയിരിക്കണം. എനിക്ക് അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഫേവറബിൾ ടു മീ. ടു ഹാവ് an advantageous position. നെക്സ്റ്റ് DDD. ഓക്കെ, DDD എന്തായിരുന്നു? ഡിസൈർഡ് ഇമേജ്, ഡയറക്ഷൻ, ഡെസ്റ്റിനേഷൻ. എന്തൊക്കെയാണ്? ഡിസൈർഡ് ഇമേജ്, ഡയറക്ഷൻ, ഡെസ്റ്റിനേഷൻ. ഓർക്കുന്നുണ്ടോ? ഡിസൈർഡ് ഇമേജ് മീൻസ് വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ബി, ഡയറക്ഷൻ മീൻസ് വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ഡു, destination means where it wants to go. I hope you remember all these things, right? Yes. പിന്നെ we learned about SWOT. SWOTന്റെ strength എന്താണ്? Make full use of strength, അല്ലേ? Weakness, offset. Opportunities, search, evaluate, exploit. I hope you remember this sign. Opportunity, CJ, അല്ലെ? Search, evaluate, exploit. Threat എന്താണ്? Face ചെയ്യണം. We have to face the threat, അല്ലെ? To perceive and meet the potential threat. Okay ആണോടാ? Yes. Then we learn what is management. കറക്റ്റ് അല്ലടാ? മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ എല്ലാവരെയും നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയാറുണ്ടോ? ഇല്ല, അല്ലടാ? നമ്മൾ ഓർഗനൈസേഷന്റെ ആരെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അവിടുത്തെ കീ പീപ്പിൾ ഹു ആർ റെസ്പോൺസിബിൾ ഫോർ റണ്ണിംഗ് ദ ഓർഗനൈസേഷൻ, ഹു ആർ ഇൻ ചാർജ് ഓഫ് ദ അഫയേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. കറക്റ്റ് അല്ലടാ? യെസ്. Second one, they are responsible to make the organization productive and purposeful. How will they make the organization productive and purposeful? By utilizing the resources efficiently and effectively. I hope you remember this point. ശരിയല്ലടാ? ഇന്നലെ പഠിച്ചതാണ്. By utilizing the resources efficiently and effectively. പിന്നെ ബിസിനസിന്റെ സക്സസ് ആയാലും സർവൈവൽ ആയാലും ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്യാരക്ടർ ഓഫ് ദ മാനേജ്മെന്റ്. They are responsible to bring the changes within the organization, facilitate the changes. And last point എന്താ പറയുന്നത്? Process, അല്ലെ? It's a set of interrelated process and function to achieve the objective. I hope you remember this point. ഓർക്കുന്നുണ്ടോ? നമ്മൾ മാനേജ്മെന്റ് എങ്ങനെ പഠിച്ചത്? They are the people as well as process. ഓർക്കുന്നുണ്ടോ ഞാൻ പഠിപ്പിച്ചത്? People as well as process. പ്രോസസ്സിൽ എന്തൊക്കെയാ പറഞ്ഞത്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, സ്റ്റാഫിങ്, കൺട്രോളിങ്, സൂപ്പർവൈസിങ്. I hope you remember all these points. എടാ മക്കളെ പറയടാ, ഓർക്കുന്നുണ്ടോ? ഹലോ? Yes, ഓർക്കുന്നുണ്ട് സാർ. Fine. Good. Fine. Okay, fine. So today we are going to start new topic. എന്താ ഇന്നത്തെ ടോപ്പിക്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. എന്താണ്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഇന്നത്തെ നമ്മുടെ day 2 നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, അതേപോലെ തന്നെ ലെവൽസ് ഓഫ് കോർപ്പറേറ്റ്, ലെവൽസ് ഓഫ് സ്ട്രാറ്റജി. ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മുടെ day 2 നമ്മുടെ ടാർഗറ്റ് വരുന്നത്. എന്തൊക്കെയാണ്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, അതേപോലെ തന്നെ ലെവൽസ് ഓഫ് സ്ട്രാറ്റജി. ഓക്കെ, നാളത്തെ ടോപ്പിക് സ്ട്രാറ്റജിക് ഇന്റന്റ്. അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ 1 ഇസ് ഡൺ. 20% ഓഫ് യുവർ സിലബസ്
which covers almost 7 to 12 marks. 50 മാർക്കിന്റെ 50 മാർക്സിന്റെ സിലബസിനകത്ത് ശ്രദ്ധിക്കടാ, 50 മാർക്സിന്റെ സിലബസിനകത്ത് ഓൾമോസ്റ്റ് 20 മാർക്സിന്റെ 12 മാർക്സിന്റെ ടോപ്പിക്സ് ഈസ് കവേർഡ് ഫ്രം ചാപ്റ്റർ നമ്പർ 1. സോ ആ ടോപ്പിക് 20% ഓഫ് യുവർ സിലബസ് നാളത്തെ ക്ലാസ്സോട് കൂടി കംപ്ലീറ്റ് ആവും. ചാപ്റ്റർ 1 is done. Within 3 days we are done with chapter 1. Fourth day we will be covering question answers. Chapter 1 ന്റെ previous year questions ഒക്കെ നമ്മൾ കവർ ചെയ്യും. ഓക്കെ, സോ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ കൂടി പറയാം. അതായത് ലൈവ് ക്ലാസ് ഓർ റെക്കോർഡഡ് ക്ലാസ് പർച്ചേസ് ചെയ്തവർക്ക് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽ വിൽ ബി FOC, ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. നമ്മുടെ ക്ലാസിന്റെ കൂടെ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങണമെങ്കിൽ, ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ യു ഹാവ് ടു റിക്വസ്റ്റ് ഫോർ ഇറ്റ്. അതിന് ചെറിയൊരു നോമിനൽ പ്രൈസ് ഉണ്ടാവും. സോ ദാറ്റ് അത് ഇപ്പോഴേ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അയച്ചു തരാൻ പറ്റും. ഓക്കെ, ദോസ് ഓഫ് പർച്ചേസിംഗ് ദ ക്ലാസ്സസ്. ചില കുട്ടികൾ ക്ലാസ് വേണ്ട, ബുക്ക് മതി എന്നൊക്കെ പറയുന്നുണ്ട്. വാട്ട്സെവർ യു ക്യാൻ വാട്സ്ആപ്പ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസ് നമ്പർ, നിങ്ങൾക്ക് എൻ്റെ ഓഫീസ് നമ്പർ എല്ലാവർക്കും ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ ആ ബ്രോഷറിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണോ? യെസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് ക്ലാസ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് ക്ലാസ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. Okay, Anoda? Yes. So let's do one thing. ഞാൻ ഇവിടെ കുറച്ച് ടോപ്പിക്സ് പറയും. നിങ്ങൾക്ക് ഈ വാക്കുകൾ അറിയാവോ ഇല്ലയോ നിങ്ങൾ പറയണം. വിഷൻ, മിഷൻ, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഈ 3 വാക്ക് നിങ്ങൾക്ക് ഫെമിലിയർ ആണോ? വിഷൻ, മിഷൻ, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്. എടാ, വിഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ഈ പറഞ്ഞ വാക്കുകളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നാളത്തെ ക്ലാസ് ഡേ 3 നമുക്ക് പഠിക്കാനുണ്ട്. സ്ട്രാറ്റജിക് ഇന്റന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് ചാപ്റ്റർ 1 വി വിൽ ബി ഡിസ്കസിങ് ദീസ് ടോപ്പിക്സ് ഇൻ ഡീറ്റെയിൽസ്. ഇപ്പൊ നമുക്ക് ഒരു റഫ് ഐഡിയ ആക്കി വെച്ചാൽ മതി. നമ്മുടെ ഡ്രീം എന്താണോ അതാണ് നമ്മുടെ വിഷൻ. നമ്മുടെ ഡ്രീം എന്താണോ അതാണ് നമ്മുടെ വിഷൻ. നിങ്ങളുടെ ഡ്രീം എന്താണ്? നിങ്ങളുടെ എൻഡ് ഡെസ്റ്റിനേഷൻ എന്താണ്? നിങ്ങളുടെ എൻഡ് ഡെസ്റ്റിനേഷൻ എന്താണ്? നിങ്ങൾക്ക് എന്തായി ഒരു 5 years പോസ്റ്റ് ലൈൻ നിങ്ങൾക്ക് എന്തായി കാണണം? പറ, നിങ്ങളുടെ ഡ്രീം എന്താണ്? മേ ബി നിങ്ങളുടെ ഡ്രീം ഒരു CA കാരനാവണം എന്നായിരിക്കാം. സോ ദാറ്റ് ഈസ് യുവർ വിഷൻ. വിഷൻ മീൻസ് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. എനിക്ക് ഒരു 5 വർഷം കഴിഞ്ഞാൽ ഞാൻ ആരായി കാണണം, എന്റെ ഡ്രീം എന്താണ്, അതാണ് എന്റെ വിഷൻ. എന്റെ ഡ്രീം എനിക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണം എന്നായിരുന്നു. എന്റെ ഡ്രീം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണം എന്നാണ്. സോ ദാറ്റ് ഈസ് യുവർ വിഷൻ. ഒരു ബിസിനസ്സിനും അതുപോലെ തന്നെ ഒരുപാട് വിഷൻ ഉണ്ടാവും. ബിസിനസ്സിന് ഒരു 5 വർഷം കഴിഞ്ഞാൽ ബിസിനസ് എങ്ങനെയായി തീരണം. സെയിം വേ നമ്മുടെ മനുഷ്യന്മാർക്കും എന്തുണ്ട്? ഡ്രീംസ് ഉണ്ട് അല്ലെ? വിഷൻ എന്ന് വെച്ചാൽ എന്താണ്? എൻഡ് ഡെസ്റ്റിനേഷൻ. എന്താണ് എൻഡ് ഡെസ്റ്റിനേഷൻ? ഓക്കെ ആണോ? നിങ്ങളുടെ ഡ്രീം എന്താണ്? അതാണ് നിങ്ങളുടെ വിഷൻ. മിഷൻ എന്ന് വെച്ചാൽ വിഷൻ ഈസ് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. എന്താണ്? ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഫ്യൂച്ചറിൽ എനിക്ക് എന്താ 5 വർഷം കഴിഞ്ഞാൽ എനിക്ക് എന്തായി തീരണം? CA എന്നുള്ളത് നിങ്ങളുടെ ഡ്രീം ആണ്. അത് ഇപ്പോഴത്തെ പ്രസന്റ് ആണോ? നിങ്ങൾ ഇപ്പൊ CA ആണോ? അല്ല, നിങ്ങൾക്ക് ആയിത്തീരണം. ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അതിനുവേണ്ടി ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു അതാണ് നിങ്ങളുടെ മിഷൻ. ഇന്ന് നിങ്ങൾ അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇന്ന് നിങ്ങൾ CA ഇന്റർ ക്വാളിഫൈ ചെയ്യണം. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ വിഷൻ മീൻസ് ഫ്യൂച്ചറിസ്റ്റിക്. ഫ്യൂച്ചറിൽ എനിക്ക് CA കാരനാവണം. അതിന് ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് ഞാൻ അതിനുവേണ്ടി CA ഇന്റർ ക്വാളിഫൈ. അപ്പൊ നിങ്ങളുടെ മിഷൻ എന്താണ്? CA ഇന്റർ ക്വാളിഫൈ ആവാനുള്ളതാണ്. ഓക്കെ, നമ്മുടെ വിഷനും നമ്മുടെ മിഷനും എപ്പോഴും ഇൻ ലൈൻ ആയിരിക്കണം. ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണേ, നമ്മുടെ വിഷനും നമ്മുടെ മിഷനും രണ്ടും ഇൻ ലൈൻ ആയിരിക്കണം. എന്താ ഇൻ ലൈൻ എന്ന് വെച്ചാൽ, ഒരു ഉദാഹരണം പറയാം. എന്റെ വിഷൻ വലിയൊരു പാട്ടുകാരനാവണമെന്നാണ്. അതിന് ഇന്ന് ഞാൻ എന്താ ചെയ്യുന്നത്? ഇന്ന് ഞാൻ CA ഇന്റർ സ്റ്റുഡൻസിന് ഓഡിറ്റിംഗും SM പഠിപ്പിക്കുന്നു. എന്റെ വിഷൻ എന്താണ്? വലിയൊരു സിംഗർ ആകണം. ഇന്ന് അതിന് ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഇന്ന് അതിനൊന്നും ചെയ്യുന്നത്, ഞാൻ ഇന്ന് ടീച്ചിങ് ചെയ്യണം. എന്ത്? ഓഡിറ്റും SM ടീച്ച് ചെയ്യുന്നു. എന്റെ വിഷനും എന്റെ മിഷനും സിങ്ക് ആവുന്നുണ്ടോ? കമന്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. എന്റെ വിഷൻ വലിയൊരു പാട്ടുകാരനാണ്. എന്റെ മിഷൻ അതിനുവേണ്ടി ഇന്ന് ഞാൻ എന്താ ചെയ്തത്? ഇന്ന് ഞാനിപ്പോൾ ഓഡിറ്റിംഗും SM പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. എന്റെ വിഷനും മിഷനും സിങ്ക് ആവുന്നുണ്ടോടാ? ടെൽ മീ. എന്റെ വിഷനും മിഷനും സിങ്ക് ആവുന്നുണ്ടോ? ഇല്ല. സോ നമ്മുടെ വിഷനും മിഷനും എപ്പോഴും സിങ്ക് ആവണം. ദേ ഷുഡ് ബി ഇൻ ലൈൻ. മിഷൻ ഷുഡ് ബി ഇൻ ലൈൻ വിത്ത് യുവർ വിഷൻ. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോടാ? എടാ, വിഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഒരു 5 years ഡൗൺ ദ ലൈൻ നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ കാണണം, ഒരു 5 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ കാണണം, നിന്റെ ഡ്രീം എന്താണ്, അതാണ് നിന്റെ വിഷൻ. സോ ഞാനിവിടെ പറഞ്ഞു എന്റെ ഡ്രീം എന്ന് വെച്ചാൽ CA ആകണമെന്നാണ്. എനിക്ക് ഒരു CA കാരനാകണം, അതാണ് ഒരു ഡ്രീം. അതിനുവേണ്ടി ഇന്ന് ഞാൻ എന്തെങ്കിലും, മിഷൻ ഇസ് പ്രസന്റ് ആണ്. വിഷൻ ഫ്യൂച്ചറിസ്റ്റിക് ആണെങ്കിൽ മിഷൻ പ്രസന്റ് ആണ്.
മിഷൻ എന്താണ്? പ്രസന്റ് ആണ്. വിഷൻ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. മിഷൻ പ്രസന്റ് ആണ്, കറന്റ്. ഓക്കെ, എന്റെ വിഷൻ സി ആണോ, അതിനുവേണ്ടി ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? സി എ ഇന്റർ ക്വാളിഫൈ ചെയ്യണം. ഓക്കെ ആണോ? ഈ മിഷന് നമ്മളിപ്പോ മിഷൻ കണ്ടുപിടിച്ചല്ലോ, ഈ മിഷൻ നമ്മൾ ടൈം അറ്റാച്ച് ചെയ്യണം. സർ മനസ്സിലായില്ല സർ? അതായത് എന്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ സി എ ഇന്റർ മെയ് 24 പാസ്സാവുക. ഇതാണ് എന്റെ ഗോൾ. സി എ ഇന്റർ മെയ് 24 പാസ്സാവുക. എടാ, സി എ ഇന്റർ എപ്പോ വേണമെങ്കിലും ക്വാളിഫൈ ചെയ്യാം. മെയ് 24 ക്വാളിഫൈ ചെയ്യാം, മെയ് 25 ക്വാളിഫൈ, 10 വർഷം കഴിഞ്ഞ് ക്വാളിഫൈ ചെയ്യാം, 20 വർഷം ക്വാളിഫൈ ചെയ്യാം, 60 വയസ്സിന് ശേഷം ക്വാളിഫൈ ചെയ്യാം. എപ്പോ വേണമെങ്കിലും എനിക്ക് ക്വാളിഫൈ ചെയ്യാം. എന്റെ മിഷന് ഞാനൊരു ടൈം അറ്റാച്ച് ചെയ്യാണ്. സി എ ഇന്റർ പാസ്സാവുക എന്നുള്ള എന്റെ മിഷൻ ഞാൻ ടൈം അറ്റാച്ച് ചെയ്യണം. മെയ് 24 ആകുമ്പോൾ എനിക്ക് പാസ് ആവണം. അതെന്തായി മാറി? ഗോളായി മാറി. മനസ്സിലായോടാ? മനസ്സിലായോടാ? വെൻ യു അറ്റാച്ച് എ ടൈം ടു യുവർ മിഷൻ, ഇറ്റ് ബിക്കംസ് ഗോൾ. എനിക്ക് എന്റെ മിഷൻ അച്ചീവ് ചെയ്യാൻ ഞാനൊരു ടൈം കൊടുക്കണം. ഞാനൊരു ടൈം ഫിക്സ് ചെയ്യണം. അതെന്തായി മാറി? അത് ഗോൾസ് ആയി മാറി. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോടാ? സോ വിഷൻ എന്താണ്, മിഷൻ എന്താണ്, ഗോൾസ് എന്താണ്? മനസ്സിലായില്ലേ? യെസ്. ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ഗോൾ എന്താണ്? ഇപ്പൊ നമ്മുടെ ഗോൾ എന്താണ്? സി എ ഇന്റർ മെയ് 24 പാസ് ആവണം. ഇതല്ലേ നമ്മുടെ ഗോൾ? യെസ്. ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ SM അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സഞ്ജയ് സാറിന്, സഞ്ജയ് സാർ SPK സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ഓഡിറ്റിന് വേണ്ടി സഞ്ജയ് സാർ SPK സാറിന്റെ ക്ലാസ് ഓഡിറ്റ് അറ്റൻഡ് ചെയ്യുന്നു. പിന്നെ ഏതാണുള്ളത്? അക്കൗണ്ട്സ്, അഡ്വാൻസ് അക്കൗണ്ട്സ് പഠിക്കാൻ ഇന്ന് വേറൊരു സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. സോ നമ്മളൊരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യണം. ഈ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്ത് വെച്ചാൽ മതിയോ? പോരാ, അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഞാൻ അത് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാണ്. സഞ്ജയ് സാറിന്റെ ഡെമോ ക്ലാസ് മാത്രമല്ല, സാറിന്റെ ക്ലാസ് ഞാൻ പർച്ചേസ് ചെയ്യുന്നു. ഡെമോ ക്ലാസ് മാത്രമല്ല ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്, സാറിന്റെ ക്ലാസ് ഞാൻ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യും. കാരണം എനിക്ക് SM-നകത്ത് നല്ല മാർക്ക് കിട്ടണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോടാ? യെസ്. പിന്നെ നമ്മുടെ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്തു. എനിക്ക് CA പാസ്സാൻ വേണ്ടി ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവുക നമ്മുടെ പ്ലാനിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എന്റെ CA ഫൈനൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ശ്രദ്ധിക്കണേ, ഞാൻ തമാശ പറയില്ല, ഒരു ദിവസം ഞാൻ 12 മണിക്കൂർ വെച്ച് പഠിക്കുന്നുണ്ടായിരുന്നു, 12 ഹവേഴ്സ് വെച്ചിട്ട്. പക്ഷെ 12 ഹവേഴ്സ് വെച്ച് പഠിച്ചിട്ട് ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി 12 ഹവേഴ്സ് വെച്ച് പഠിച്ചാൽ പോലും എന്റെ പോർഷൻസ് തീരത്തില്ല എന്നുള്ളത്. ഞാൻ ആ 12 ഹവേഴ്സ് എടുത്ത് 14 ഹവേഴ്സ് പെർ ഡേ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? മാറ്റിയിട്ടുണ്ടായിരുന്നു. 12 ഹവേഴ്സ് എന്നുള്ളത് 14 ഹവേഴ്സ് പെർ ഡേ എന്നുള്ള രീതിയിൽ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ സ്ട്രാറ്റജിയിൽ എവിടെ പ്രശ്നമുണ്ട്. അത് പ്രശ്നമുണ്ടെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലായത്? ഞാൻ എന്റെ സ്ട്രാറ്റജി ഇവാലുവേറ്റ് ചെയ്തു. സോ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത ശേഷം നമ്മൾ സ്ട്രാറ്റജി ഇവാലുവേറ്റ് ചെയ്യണം. ഈ സ്ട്രാറ്റജി വെച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇനി ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ സ്ട്രാറ്റജി വെച്ച് മുന്നോട്ട് പോയാൽ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ സ്ട്രാറ്റജിനകത്ത് വേണ്ട ചേഞ്ചസ് കൊണ്ടുവരണം. വി ഹാവ് ടു ബ്രിങ് നെസസറി അഡാപ്റ്റീവ് ചേഞ്ചസ്. നമ്മൾ ആ ഗോളിനകത്ത്, നമ്മുടെ സ്ട്രാറ്റജിനകത്ത് വേണ്ട ചേഞ്ചസ് കൊണ്ടുവരും. ഈ നെസസറി അഡാപ്റ്റീവ് ചേഞ്ചസ് എന്ന് വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന് വിളിക്കും. നമ്മളത് ചാപ്റ്റർ നമ്പർ 5 പഠിക്കും. നമ്മൾ സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന ടോപ്പിക് പഠിക്കും. സോ ഇപ്പൊ ഇവിടെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് നോക്കി? എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? ആദ്യം ഞാൻ പറഞ്ഞത് വിഷൻ. എനിക്കൊരു വിഷൻ വേണം. എന്താണ് എന്റെ വിഷൻ? വിഷൻ എന്ന് പറഞ്ഞ ഡ്രീമാണ്. എനിക്ക് എന്തായി തീരണം, അതാണ് എന്റെ വിഷൻ. എനിക്ക് എന്തായി തീരണം, അതാണ് എന്റെ വിഷൻ. അതിനുവേണ്ടി ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, അതാണ് എന്റെ മിഷൻ. ഇവിടെ ശ്രദ്ധിക്കുക. എന്റെ വിഷൻ എന്താണ്? എനിക്ക് എന്തായി തീരണം, എന്റെ ഡ്രീം ആണ് എന്റെ വിഷൻ. ആ ഡ്രീമിന് വേണ്ടി ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഇന്ന് ഞാൻ CA ഇന്റർ പഠിക്കുന്നു. എന്റെ ഡ്രീം എന്താ? CA കാരനാവാതാണ്. അതിന് ഇന്ന് ഞാൻ എന്താ വെച്ചാൽ ഞാൻ CA ഇന്റർ പഠിക്കുന്നു. ഓക്കെ, എന്റെ മിഷന് ഞാനൊരു ടൈം അറ്റാച്ച് ചെയ്യാണ്. എന്റെ മിഷൻ എന്താ? CA ഇന്റർ ക്വാളിഫൈ ചെയ്യുക. ആ മിഷന് ഞാനൊരു ടൈം അറ്റാച്ച് ചെയ്യണം. CA ഇന്റർ എനിക്ക് എപ്പോഴാണ് ക്വാളിഫൈ ചെയ്യുന്നത്? മെയ് 24 ക്വാളിഫൈ ചെയ്യണം. എനിക്ക് മെയ് 24 ക്വാളിഫൈ ചെയ്യണം. അതിനെയാണ് ഞാൻ എന്താ വിളിക്കുന്നത്? ഗോൾ. എന്റെ ഗോൾ എന്താണ്? ഈ വരുന്ന അറ്റംപ്റ്റ്, മെയ് 24 അറ്റംപ്റ്റ് എനിക്ക് CA ഇന്റർ പാസ് ആവണം. ഓക്കെ, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്തു വെച്ചപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യണം. സർ എന്തിനാണ് സർ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഈ സ്ട്രാറ്റജി വെച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമ്മൾ ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി സ്ട്രാറ്റജി ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് കുറച്ച് ചെറിയ ചേഞ്ചസ് കൊണ്ടുവരണം. അതിനാണ് എന്ത് വിളിക്കുന്നത്? സ്ട്രാറ്റജിക് കൺട്രോൾ, നെസസറി അഡാപ്റ്റീവ് ചേഞ്ചസ്. ഈ 7 സ്റ്റെപ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 1 2 3 4 5 6 7 ഈ 7 സ്റ്റെപ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്.
ഈ 7 സ്റ്റെപ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്? ഇറ്റ് ഈസ് എ മാനേജറൽ പ്രോസസ് ഓഫ് developing vision, developing mission, setting the objectives, formulating the strategy, implementing the strategy, evaluating the strategy, and taking necessary corrective adjustments. എടാ ഈ 7 സ്റ്റെപ്സ് നിങ്ങൾ നോട്ട്ബുക്കിനകത്ത് എഴുതി വെച്ചേ. നോട്ട്ബുക്കിനകത്ത് എഴുതി വെച്ചോ നിങ്ങൾ? യെസ് സർ, എഴുതി വെച്ചു സർ. എടാ നിങ്ങൾ എഴുതുന്നില്ല എന്റെ കൂടെ തന്നെ? ഞാൻ എഴുതുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളും എഴുതണേ. ചുമ്മാ നോക്കിയിരിക്കരുത് ക്ലാസ്. ഐ ഹോപ്പ് നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ട്, ഒരു പെൻ ഉണ്ട്, പേപ്പർ ഉണ്ട്, ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? യെസ് സർ, യെസ് സർ. സോ ഇവിടെ നമ്മളിപ്പോ എന്താ ചെയ്തത്? ഇവിടെ എന്താ ചെയ്തത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? വിഷൻ ഡെവലപ്പ് ചെയ്തു, പിന്നെ മിഷൻ ഡെവലപ്പ് ചെയ്തു, പിന്നെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, പിന്നെ ഫോർമുലേറ്റ് ചെയ്തു സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു, പിന്നെ അതിന് ഇവാലുവേറ്റ് ചെയ്തു. ഇവാലുവേറ്റ് ചെയ്ത സമയത്ത് അതിന് വേണ്ട ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവന്നു. അതിന് വേണ്ട ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവന്നു. മനസ്സിലാവുന്നുണ്ടോടാ? യെസ്. ഇപ്പൊ നോക്കിയാൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഡെഫിനിഷൻ നോക്കി നിങ്ങൾ. Look at the definition of strategic management. It is a managerial process. Sir, why it is not a managerial process? കാരണം ഒരു ബിസിനസ്സിൽ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുക അതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഡ്യൂട്ടിയാണ്. ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഡ്യൂട്ടിയാണ്. ആർ യു ഗൈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? ഒരു കമ്പനിയിൽ സ്ട്രാറ്റജി ആരാണ് ഡെവലപ്പ് ചെയ്യുന്നത്? മാനേജ്മെന്റ്. സോ ഇറ്റ്സ് എ മാനേജറിയൽ പ്രോസസ്. മാനേജർ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ദ വിഷൻ, mission, setting the objectives, crafting the strategy. And the crafting the strategy is a strategic formulation, implementing the strategy, evaluating the strategy, and taking necessary corrective adjustment. Necessary corrective adjustment. And the necessary corrective adjustment is strategic control. മനസ്സിലാവുന്നുണ്ടോടാ? വാട്ട് ഈസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്? ഡെഫിനിഷൻ മനസ്സിലാക്കാൻ നോക്ക്. ഒരു ബിസിനസ്സിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം നമുക്കൊരു വിഷൻ വേണം, പിന്നെ മിഷൻ വേണം, ഒരു ഗോൾ വേണം. ആ ഗോൾ അച്ചീവ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം. ആ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യണം, അത് ഇടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യണം, എന്നിട്ട് അതിനകത്ത് വേണ്ട ചേഞ്ചസ് കൊണ്ടുവരണം. ഈ എൻറ്റയർ പ്രോസസ്സിനാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ആർ യു ഗൈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? പ്ലീസ് കമന്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. കമോൺ, മനസ്സിലായോടാ? കമോൺ. ഓക്കെ ആണോടാ? പ്ലീസ് കമന്റ്. ഗൗതം, യെസ് സർ, മനസ്സിലായി സർ. ഗൗതം, യെസ്, ഓക്കെ ഫൈൻ. സോ ഇവിടെ ശ്രദ്ധിക്കുക. നമ്മളിപ്പോ എന്താ പഠിച്ചത്? 7 സ്റ്റെപ്സ്. എന്തൊക്കെയാ 7 സ്റ്റെപ്സ്? ഞാൻ നാളെ വന്നിട്ടായാലും ഞാൻ ചോദിക്കുന്നത് തന്നെയായിരിക്കും. എസ്എമ്മിന്റെ 7 സ്റ്റെപ്സ് എന്താ? സ്റ്റെപ്പ് നമ്പർ 1 എന്താ? വിഷൻ. സ്റ്റെപ്പ് നമ്പർ 2 എന്താ? മിഷൻ. സ്റ്റെപ്പ് നമ്പർ 3 എന്താ? ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ആ ഗോൾ അച്ചീവ് ചെയ്യണം നമ്മൾ എന്ത് ഇംപ്ലിമെന്റ് ചെയ്യണം? സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യണം, പിന്നെ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യണം, പിന്നെ സ്ട്രാറ്റജി ഇവാലുവേറ്റ് ചെയ്യണം, ആൻഡ് ഫൈനലി സ്ട്രാറ്റജിക് കൺട്രോൾ ചെയ്യണം. സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്? മേക്കിംഗ് നെസസറി adaptive changes, അല്ലെങ്കിൽ necessary corrective changes. ഓക്കെ. സോ ഈ 5 സ്റ്റെപ്സിനാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? SM is a managerial process of, it's a managerial process of these things, 7 steps. വാട്ട് ഈസ് SM എന്ന് ചോദിച്ചാൽ ഇപ്പൊ എഴുതാൻ പറ്റില്ല നിങ്ങൾക്ക്. വാട്ട് ഈസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല ഇപ്പം? യെസ് സർ, എഴുതാൻ പറ്റും സർ. യെസ് സർ. ഓക്കേടാ. വാട്ട് ഈസ് SM എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? യെസ്. എടാ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്റെ കുട്ടികളുടെ അടുത്ത്, നിങ്ങൾ എന്തിനാ ആക്ച്വലി ഈ നമ്മുടെ CA സിലബസിനകത്ത്, നമ്മുടെ എൻറ്റയർ CA സിലബസിനകത്ത് ഈ SM എന്ന സബ്ജക്ട് എന്തിനാ ഇൻക്ലൂഡ് ചെയ്ത്? ശരിക്കും നമുക്ക് ടാക്സ് വേണം, മനസ്സിലായി? കാരണം ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ട് ടാക്സിൽ പുലിയായിരിക്കണം. ഓഡിറ്റ് വേണം, ലോ വേണം, അക്കൗണ്ട്സ് വേണം, ഒക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ SM എന്തിനാ കൊണ്ടുവന്നത്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്തിനാ കൊണ്ടുവന്നത്? സി, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ CA ഇന്റർ May 24 എക്സാമില് ഒരു 15 ഒരു 30 മാർക്ക്, 50 മാർക്കിനുള്ള SM, അതൊരു 30 മാർക്ക് കിട്ടാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ചുമ്മാ എന്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക, എന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് പർച്ചേസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ബാങ്ക് കുറച്ച് പ്രോബ്ലംസ് ഒന്ന് 2-3 പ്രാവശ്യം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് 30 മാർക്ക് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, എടാ ഒരു കാര്യം ചോദിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺസ് ആരൊക്കെയാ? നോക്കി,
ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് നോക്കി. ഫസ്റ്റ് വൺ ആരാണ്? ഇലോൺ മസ്ക്. എല്ലാവർക്കും അറിയാലോ, ഇലോൺ മസ്കിനെ എല്ലാവർക്കും അറിയാലോ. യെസ്. സെക്കൻഡ് റിച്ചസ്റ്റ് പേഴ്സൺ ആരാ നോക്കി. സെക്കൻഡ് റിച്ചസ്റ്റ് പേഴ്സൺ ആരാ? ബെർണാഡ് ആർണോൾഡ് ആൻഡ് ഫാമിലി. ആരാന്നറിയോ? ബെർണാഡ് ആർണോൾഡ് ആൻഡ് ഫാമിലി ആരാന്നറിയോ? ലൂയി വിറ്റോൺ കമ്പനി കേട്ടിട്ടുണ്ടോ? ലൂയി വിറ്റോൺ കേട്ടിട്ടുണ്ട് അല്ലെ? ലൂയി വിറ്റോൺ കമ്പനിയുടെ ഓണർ ആണ് ബെർണാഡ് ആർണോൾഡ് ആൻഡ് ഫാമിലി. നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം പുള്ളിനെ. ബെർണാഡ് അതാ വന്നത് കണ്ടോ? ലൂയി വിറ്റോൺ LVMH കണ്ടോ അവിടെ? ബെർണാഡ് ആർണോൾഡ് കണ്ടോ? ഇസ് എ ഫ്രഞ്ച് ബിസിനസ് മാൻ, investor and character. He's the founder, chairman of CE and CEO of LVMH. കണ്ടോ? ലൂയി വിറ്റോന്റെ why did ബെർണാഡ് ആൾട്ടർ become so rich? എന്തുകൊണ്ട് അവൻ അത്രയും റിച്ച് ആയെന്നൊക്കെ ഗൂഗിൾ ചോദിക്കുകയാണ്. വാട്ടെവർ. സോ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളിപ്പം ലോകത്തിലെ ഈ നമുക്ക് ഈ ബെർണാഡിനെ കുറിച്ച് സംസാരിക്കാം. ബെർണാഡ് ചേട്ടൻ ആ പുള്ളി എന്താ ചെയ്യുന്നത്? ലൂയി വിറ്റോൺ എന്ന കമ്പനിയുടെ ഓണറാണ്. ലൂയി വിറ്റോൺ എന്താ ചെയ്യുന്നത്? ലൂയി വിറ്റോൺ പേഴ്സ്, ബാഗ്, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ലൂയി വിറ്റോൺ എന്നുള്ള കമ്പനി. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. യെസ്. അപ്പൊ ലൂയി വിറ്റോൺ എന്നുള്ള ഈ കമ്പനി പേഴ്സ്, ബാഗ് ഒക്കെ വിൽക്കുന്നുണ്ട്. എന്റെ തൊട്ട് മുന്നിൽ ഒരു ഷോപ്പ് ഉണ്ട്, തൊട്ട് പുറകിൽ ഒരു ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പിലെ ചേട്ടനും പേഴ്സും ബാഗും ഒക്കെ വിൽക്കുന്നുണ്ട്. ആ ചേട്ടനും പേഴ്സും ബാഗും ഒക്കെ വിൽക്കുന്നുണ്ട്. ഞാൻ ചേട്ടന്റെ പേര് ചോദിച്ചു. ചേട്ടൻ പറയുന്നത് ബീറാനോ അങ്ങനെ ബീറാന്നാണ് ചേട്ടന്റെ പേര്. ഞാൻ വന്നിട്ട് ഈ റിച്ചസ്റ്റ് പേഴ്സന്റെ അകത്ത് ഫസ്റ്റ് 100 ലിസ്റ്റ് എടുത്തപ്പോൾ എനിക്ക് ബീറാന്റെ പേര് കാണാൻ പറ്റിയില്ല. രണ്ടുപേരും വിൽക്കുന്നത് പേഴ്സും ബാഗും ഒക്കെ തന്നെയാണ്. ബെൽറ്റ്, പേഴ്സ്, ബാഗ്. ആ ചേട്ടന്റെ കടയിൽ ഒരുപാട് ടൈപ്സ് ഓഫ് പേഴ്സ് ഉണ്ട്, ഒരുപാട് ടൈപ്സ് ഓഫ് ബാഗ്സ് ഉണ്ട്, ഒരുപാട് ടൈപ്സ് ഓഫ് ബെൽറ്റ്സ് ഉണ്ട്. പക്ഷെ ചേട്ടന്റെ പേര് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു. ഈ വേൾഡ്സിലെ 100 റിച്ചസ്റ്റ് പേഴ്സൺ എടുത്തു, 1000 റിച്ചസ്റ്റ് പേഴ്സൺ എടുത്താലും ചേട്ടന്റെ പേര് കാണുന്നില്ല. വാട്ട് ഇസ് ദ ഡിഫറൻസ്? രണ്ടുപേരും വിൽക്കുന്നത് എന്താണ്? ബാഗും പേഴ്സും ഒക്കെ തന്നെയാണ്. പക്ഷെ രണ്ടുപേരും എടുക്കുന്ന സ്ട്രാറ്റജീസ് ഡിഫറെന്റ് ആണ്. ഒരാൾ വിൽക്കുന്നത് പ്രൈസ് കുറച്ചിട്ടാണ്, മറ്റാൾ വിൽക്കുന്നത് ഹയസ്റ്റ് പ്രൈസിലാണ്. ഞാൻ CA പാസ്സായപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഒരുപാട് പൈസ സമ്പാദിക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ ഞാൻ CA പാസ്സായപ്പോൾ വിചാരിച്ചത് ഐ ആം ഏർണിംഗ് എ ലോട്ട് എന്നാണ് വിചാരിച്ചത്. കാരണം പണ്ട് എന്റെ ആർട്ടിക്കൽഷിപ്പിന് എനിക്ക് 2000 രൂപയാണ് സ്റ്റൈപ്പൻഡ് ഉണ്ടായിരുന്നത്. ആ 2000 രൂപ സ്റ്റൈപ്പൻഡ് ഇപ്പൊ അത്യാവശ്യം ഒരു 2 ലക്ഷം 3 ലക്ഷം ആയിട്ട് നമ്മൾ മന്ത്ലി ഏൺ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ അത്യാവശ്യം എന്താ പറയാ നല്ല പൈസ ഒക്കെ ഉണ്ടാക്കുന്നത്. ആ ധാരണ പോയത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ലൂയി വിറ്റോന്റെ ബാഗിന്റെയും പേഴ്സിന്റെയും പ്രൈസ് കണ്ടപ്പോൾ. ലൂയി വിറ്റോന്റെ ബാഗിന് 3.5 ലക്ഷം റുപ്യ, 4 ലക്ഷം റുപ്യ, ബെൽറ്റിന് 70,000 റുപ്യ, 1 ലക്ഷം റുപ്യ ബെൽറ്റിന്, പേഴ്സിന് 40,000 റുപ്യ, 50,000 റുപ്യ. ഞാൻ ആ പേഴ്സിനുള്ളിൽ വെക്കാനും കൂടിയില്ല അത്രയും കാശ്. ആ പേഴ്സിന് വിലയാ 40,000 രൂപ. അതിന്റെ വില കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇത്രയൊന്നും സമ്പാദിച്ചപ്പോൾ ഇനിയും കുറെ സമ്പാദിക്കാനുണ്ട്. മനസ്സിലാവുന്നുണ്ടോടാ? ഓക്കെ. സോ എന്താണ് ഇവിടെ ബെർണാഡ് ആർണോൾഡ് ഇത്രയും റിച്ച് ആവാൻ വേണ്ടി പുള്ളി എന്താ ചെയ്തത്? ഹി ഇംപ്ലിമെന്റഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇൻ ദ ബിസിനസ്. എടാ ശ്രദ്ധിക്കടാ, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ചെറിയ കോൺസെപ്റ്റ് അല്ല. ഈ കോൺസെപ്റ്റ് നിങ്ങൾ പ്രോപ്പർലി നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ ഒരു പക്ഷെ നാളെ നിങ്ങളുടെ പേരും ഈ ലിസ്റ്റിനകത്ത് വരാം. ഈ ലിസ്റ്റിനകത്ത് വന്നില്ലെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടും. നിങ്ങൾക്ക് ഒരുപാട് നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. സോ ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഈ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. മനസ്സിലാവുന്നുണ്ടോ? അവരൊക്കെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്തതുകൊണ്ട് അവർക്ക് സക്സസ് വന്നത് കൊണ്ടാണ് അവരുടെയൊക്കെ പേരിന്ന് ടോപ്പ് 10 ടോപ്പ് 20 വന്നിട്ടുള്ളത്. മനസ്സിലാവണം. ഇതിൽ ഒരു 2 ഇന്ത്യക്കാരുണ്ട് ടോപ്പ് 20. ഒന്ന് നമ്മുടെ അംബാനി, ലോകത്തിലെ 14ാമത്തെ റിച്ചസ്റ്റ് പേഴ്സൺ ആണ്. പിന്നെ അദാനി ഇപ്പത്തെ ലോകത്തിലെ 11ാമത്തെ റിച്ചസ്റ്റ് പേഴ്സൺ ആണ്. അത് മാറും കേട്ടോ. ഓക്കെ. സോ ഞാൻ പറഞ്ഞു വന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സോ ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇസ് നോട്ട് എ സിമ്പിൾ ടോപ്പിക്. നിങ്ങൾക്ക് ജസ്റ്റ് പരീക്ഷ പാസ്സാവുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ജസ്റ്റ് ക്ലാസ് കണ്ടാൽ മതി. പക്ഷെ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഓരോരോ കോൺസെപ്റ്റ് കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം. ലൈഫിൽ അപ്ലൈ ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാശ് സമ്പാദിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോടാ? യെസ്. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. What are the overall objectives of strategic management? എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഓവറോൾ ഒബ്ജക്റ്റീവ്? നമുക്ക് നോക്കാം. ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഇതിൽ ഞാൻ 2 കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഒന്ന് CA, മറ്റേത് CS.
ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന ചോദ്യം എക്സാമിന് വന്നാൽ നിങ്ങളുടെ മനസ്സിൽ ഓടി വരേണ്ട രണ്ട് കീവേഡ്സ് ഉണ്ട്. ഒന്ന് CA, ഒന്ന് CS. CA എന്ന് വെച്ചാൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. എന്താണ്? കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. CS എന്ന് വെച്ചാൽ കോമ്പീറ്റ് സക്സസ്ഫുള്ളി. കോമ്പീറ്റ് സക്സസ്ഫുള്ളി. ഒന്ന് CA കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, മറ്റേത് CS കോമ്പീറ്റ് സക്സസ്ഫുള്ളി. മനസ്സിലാവുന്നുണ്ടോടാ? ഒന്ന് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, മറ്റേത് കോമ്പീറ്റ് സക്സസ്ഫുള്ളി. എടാ ഇത് എക്സാമിന് ചില സമയത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ഈസ് SM? വാട്ട് ഈസ് ദ ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് SM? SM എന്നാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. വാട്ട് ഈസ് ദ ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് SM? കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആൻഡ് കോമ്പീറ്റ് സക്സസ്ഫുള്ളി. CA CS. നമുക്ക് നോക്കാലോ ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്താ ഉള്ളത് നോക്കിയ ഇവിടെ. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? To create competitive advantage. And what do you mean by competitive advantage? The advantage you have over your competitor. നിനക്ക് നിന്റെ കോമ്പറ്റീറ്റേഴ്സിനെക്കാളും എക്സ്ട്രാ എന്ത് അഡ്വാൻറ്റേജ് ആണുള്ളത്? അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് വിളിക്കുന്നത്. The advantage you have over your competitor. The advantage you have over your competitor. That is called competitive advantage. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരു ഫാക്കൽറ്റിയാണ്, ഒരു CA ഇന്റർന് SM എടുക്കുന്ന ഫാക്കൽറ്റിയാണ്. ഞാൻ മാർക്കറ്റിൽ വേറെ എത്ര CA ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ടെന്ന് നോക്കി. SM എടുക്കുന്ന CA ക്വാളിഫൈഡ് ആയിട്ടുള്ള മറ്റു ഫാക്കൽറ്റീസ് ആരൊക്കെ ഉണ്ടെന്ന് നോക്കി. വളരെ കുറവാണ്. ദിസ് ഈസ് ദ അഡ്വാൻറ്റേജ് ഐ ഹാവ് ഓവർ മൈ കോമ്പറ്റീറ്റേഴ്സ്. ഞാൻ നോക്കുമ്പോൾ CA ക്വാളിഫൈ അല്ലാത്ത കുറെ ഫാക്കൽറ്റീസ് ഉണ്ട്, സ്റ്റുഡന്റ് ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ട്. SM എടുക്കുന്ന സ്റ്റുഡന്റ് ഫാക്കൽറ്റീസ് ഒരുപാട് പേരുണ്ട്, അവരും നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അവരിൽ നിന്നും ഒരു പടി എക്സ്ട്രാ അഡ്വാൻറ്റേജ് എന്താണത്? എന്റെ പേരിന് മുന്നിലുള്ള CA എന്ന പ്രിഫിക്സ്. എടാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ്? വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് യു ഹാവ് ഓവർ യുവർ കോമ്പറ്റീറ്റർ? കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എടുത്ത് എഴുതി വെക്കാം. അഡ്വാൻറ്റേജ് ഇവിടെ എഴുതാം നമുക്ക്. അഡ്വാൻറ്റേജ് യു ഹാവ് ഓവർ യുവർ കോമ്പറ്റീറ്റർ. മനസ്സിലായോടാ? എടാ നിനക്ക് നിന്റെ കോമ്പറ്റീറ്ററിനെക്കാളും ഒരു പടി മുന്നിലായിട്ട് എന്താണുള്ളത്? വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് യു ഹാവ് ഓവർ യുവർ കോമ്പറ്റീറ്റർ? ദാറ്റ് ഈസ് കോൾഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. മനസ്സിലാവുന്നുണ്ടോ? സോ വാട്ട് ഈസ് ദ ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് SM? ഫസ്റ്റ് വൺ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, സെക്കൻഡ് വൺ കോമ്പീറ്റ് സക്സസ്ഫുള്ളി. എന്താണ്? കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, സെക്കൻഡ് വൺ കോമ്പീറ്റ് സക്സസ്ഫുള്ളി. ഓക്കെ ആണോ? ഒന്നെന്താണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. എന്താ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ദ അഡ്വാൻറ്റേജ് യു ഹാവ് ഓവർ യുവർ കോമ്പറ്റീറ്റർ. നിനക്ക് എന്താണ് നിന്റെ കോമ്പറ്റീറ്ററിനെക്കാളും ഒരു പടി മുന്നിലുള്ളത്? അതാണ് എന്ത്? കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. മനസ്സിലായോടാ? ഓക്കെ, ഇഫ് ഐ എം ഹാവിംഗ് എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്താ സംഭവിക്കുക? ഐ ക്യാൻ ഔട്ട് പെർഫോം ദ കോമ്പറ്റീറ്റർ. എനിക്ക് എന്റെ കോമ്പറ്റീറ്ററെ തകർത്ത് മുന്നിലേക്ക് കുതിച്ചു പോകാൻ പറ്റും. ഐ ക്യാൻ ഔട്ട് പെർഫോം ദ കോമ്പറ്റീറ്റർ. ഓക്കെ സർ, ഇഫ് ഐ ഔട്ട് പെർഫോം ദ കോമ്പറ്റീറ്റർ എന്താ സംഭവിക്കുക? ഐ ക്യാൻ ഗെയിൻ ഡോമിനൻസ് ഓവർ ദ മാർക്കറ്റ്. അതാ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ CA CS എന്ന് ചുരുക്കി പഠിച്ചാലും അവിടെ CA ഉള്ളിൽ മൂന്ന് കാര്യങ്ങൾ പറയുന്നത്. CA എന്ന് വെച്ചാൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. നിനക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ എന്താണ് ബെനിഫിറ്റ്? യു ക്യാൻ ഔട്ട് പെർഫോം ദ കോമ്പറ്റീറ്റർ. നിനക്ക് നിന്റെ കോമ്പറ്റീറ്ററിനെ ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റും. കോമ്പറ്റീറ്ററിനെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡെലിവർ ചെയ്യാൻ പറ്റും. അങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ ഡെലിവർ ചെയ്താൽ എന്താണ് ഗുണം? യു ക്യാൻ ഗെയിൻ ഡോമിനൻസ് ഓവർ ദ മാർക്കറ്റ്. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? യെസ്. സെക്കൻഡ് വൺ എന്താ പറഞ്ഞത്? ടു ഗൈഡ് ദ കമ്പനി. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു വാക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ടു കോമ്പീറ്റ്, ഒരു വാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ടു കോമ്പീറ്റ് സക്സസ്ഫുള്ളി ത്രൂ ഓൾ ദ ചേഞ്ചസ് ഇൻ ദ എൻവയൺമെന്റ്. എടാ എൻവയൺമെന്റിൽ എന്ത് ചേഞ്ചസ് വന്നാലും അത് പിടിച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കും, പ്രൊവൈഡഡ് എനിക്ക് നല്ല സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ. ഒരു ഉദാഹരണം പറയാം. എടാ കൊറോണ സമയത്ത്, കോവിഡ് വന്ന സമയത്ത് എത്രയോ ബിസിനസ് പൂട്ടിപ്പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം അവർ പ്രതീക്ഷിച്ചില്ലായിരുന്നു. 6 മാസം 7 മാസം ലോക്ക്ഡൌൺ അവരുടെ ബിസിനസ്സിൽ സ്വപ്നത്തിൽ പോലും അവർ പ്രതീക്ഷിച്ചില്ല. സോ പെട്ടെന്ന് എൻവയൺമെന്റൽ ചേഞ്ച് വന്നപ്പോൾ അവർക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പ്രോപ്പർ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ this strategic management is going to guide you to compete successfully through all the changes in the environment. Environment എന്ത് തന്നെ ചേഞ്ചസ് വന്നാലും അതൊക്കെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? സക്സസ്ഫുള്ളി കോമ്പീറ്റ് ടു ഗൈഡ് ദ കമ്പനി ടു കോമ്പീറ്റ് സക്സസ്ഫുള്ളി ത്രൂ ഓൾ ദ ചേഞ്ചസ് ഇൻ ദ എൻവയൺമെന്റ്. സോ എന്തൊക്കെയാണ് നമ്മുടെ രണ്ട് പോയിന്റ് എന്തൊക്കെയാണ്?
ഒന്ന് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, രണ്ട് കോമ്പീറ്റ് സക്സസ്ഫുള്ളി. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കൂടെ തന്നെ എന്തായിരുന്നു അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒന്ന് ടു ഔട്ട് പെർഫോം ദ കോമ്പറ്റീറ്റർ. If you outperform the competitor, എന്താ സംഭവിക്കുക? You can gain dominance over the market. ഓക്കെ ആണോടാ? മനസ്സിലാവുന്നുണ്ടോടാ? യെസ് സർ. നെക്സ്റ്റ് കോമ്പീറ്റ് സക്സസ്ഫുള്ളി. എന്താ കോമ്പീറ്റ് സക്സസ്ഫുള്ളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എൻവയോൺമെന്റിൽ എന്ത് ചേഞ്ച് വന്നാലും this strategic man will guide the company to compete successfully through all the changes in environment. എടാ എൻവയോൺമെന്റിൽ എന്ത് ചേഞ്ചസ് വന്നാലും അതൊക്കെ പിടിച്ചു നിന്ന് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ടേക്ക് കുതിക്കാൻ ആര് സഹായിക്കും എന്നാ പറഞ്ഞത്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സഹായിക്കും എന്നാ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോടാ? ഓക്കെ ആണോടാ? യെസ് സർ. സോ നമ്മളിപ്പോ ഇവിടെ 2 പോയിന്റ് ആണ് പഠിച്ചത്. എന്തൊക്കെയാണ് 2 പോയിന്റ് പഠിച്ചത്? ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. വാട്ട് ഈസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വരുന്ന 7 സ്റ്റെപ്സ് ഉണ്ട്. എന്തൊക്കെയാണ് 7 സ്റ്റെപ്സ്? വിഷൻ, മിഷൻ, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജിക് ഫോർമുലേഷൻ, സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ, സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് നെസസറി കറക്റ്റീവ് അഡ്ജസ്റ്റ്മെന്റ്സ്. ഓർക്കുന്നുണ്ടോ? യെസ്. ആൻഡ് ഇറ്റ് ഇസ് എ മാനേജർ പ്രോസസ്. എന്ന് പറയും ഈ 7 സ്റ്റെപ്സ് എഴുതി കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഈസ് റെഡി. ഓക്കെ ആണോ? ഡെഫിനിഷൻ ഈസ് റെഡി. സെക്കൻഡ് വൺ എന്താ പറയാ? നിങ്ങൾ ഒബ്ജക്റ്റീവ്സ് എഴുതും. എന്താ ഒബ്ജക്റ്റീവ്സ്? CACS. എന്താണ് CACS? എന്താ CA? കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. CS എന്താ? കോമ്പറ്റേറ്റീവ് സക്സസ്. എടാ ചില സമയത്ത് കുട്ടികളുണ്ടല്ലോ കൺഫ്യൂഷൻ. CS ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് എഴുതിക്കളെ. ഓർത്ത് വെക്കണത് CA ആയാലും CS ആയാലും C സെയിം. എന്താണ്? കോമ്പറ്റേറ്റീവ്. ഒന്ന് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, മറ്റൊരു കോമ്പറ്റേറ്റീവ് സക്സസ്. മനസ്സിലാണോ? ടു കോമ്പീറ്റ് സക്സസ്ഫുള്ളി. ഓക്കെ, കോമ്പറ്റേറ്റീവ് സക്സസ് അല്ല, കോമ്പീറ്റ് സക്സസ്ഫുള്ളി. രണ്ടിനും C സംവാട്ട് സിമിലർ ആണ്. ഒന്ന് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, മറ്റേത് കോമ്പീറ്റ് സക്സസ്ഫുള്ളി. ഓക്കെ ആണോ? ഓക്കെ, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? യു ക്യാൻ ഔട്ട് പെർഫോം ദ കോമ്പറ്റീറ്റർ, യു ക്യാൻ ഗെയിൻ ഡോമിനൻസ് ഓവർ ദ മാർക്കറ്റ്. മറ്റേത് എൻവയോൺമെന്റിൽ എന്ത് ചേഞ്ചസ് വന്നാലും ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഗൈഡ് ദ കമ്പനി സക്സസ്ഫുള്ളി to compete. It guides the company to compete successfully through all the changes in the environment. എടാ മനസ്സിലായോടാ? ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ച? വാട്ട് ഈസ് SM ആൻഡ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് SM. ഈ രണ്ട് കോൺസെപ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. രണ്ട് കോൺസെപ്റ്റ്. സെറ്റ് അല്ലടാ? സെറ്റ് അല്ലേ? ഹലോ, ശരിയല്ലേ? എഴുതിയോ? യെസ് സർ. ഫസീല, യെസ്. അജന, യെസ്. സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് 2 ചോദ്യം കൂടിയുണ്ട്. ഒന്ന് ഇമ്പോർട്ടൻസ്, ഒന്ന് ലിമിറ്റേഷൻസ്. ഓക്കെ, നമ്മളിപ്പോ എന്താ പഠിച്ചത്? സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ പഠിച്ചു, ഒബ്ജക്റ്റീവ്സ് പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻസും ലിമിറ്റേഷൻസും. എന്താണ്? ഇമ്പോർട്ടൻസും ലിമിറ്റേഷൻസും. ഓക്കെ ആണോടാ? ഈ രണ്ടും കൂടി കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞു ടോപ്പിക് കഴിഞ്ഞു. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ടോപ്പിക് കഴിഞ്ഞു. ഓക്കെ ആണോ? ഇമ്പോർട്ടൻസും ലിമിറ്റേഷൻ നമുക്ക് ആദ്യം ഉണ്ടല്ലോ. ഇമ്പോർട്ടൻസ് പഠിക്കണം, ലിമിറ്റേഷൻ. നമുക്ക് ആദ്യം ഇമ്പോർട്ടൻസ് തന്നെ പഠിച്ചത്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്? ഓക്കെ, എത്ര പോയിന്റ്സ് ഉണ്ട് നോക്കിയിട്ട്? പോയിന്റ് നമ്പർ 1, പോയിന്റ് നമ്പർ 2, point number 3, point number 4, point number 5, point number 6, point number 7. 7 points ഉണ്ട്. So exam point of view almost you have to remember minimum 5 points ആണ്. So 5 point പഠിച്ചിട്ട് പോയ കാര്യമില്ല, 6 point എങ്കിലും പഠിക്കണം. കാരണം ഇൻ കേസ് ഒരെണ്ണം മിസ് ആയാലും നമുക്ക് ഒരു 5 point എഴുതാൻ പറ്റും. So എക്സാമിന് മിനിമം ഒരു 6 point എങ്കിലും പഠിച്ചിട്ട് വേണം പോകാൻ പറ്റും. So point number 1. Strategic management gives direction to the company to move ahead. എടാ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ പ്ലാൻ അല്ലേ? നമ്മൾ എപ്പോഴും പണ്ട് മുതലേ കേട്ടിട്ടൊരു വാക്ക്, ഒരു സെന്റൻസ് ഉണ്ട്. ഫെയിലിംഗ് ടു പ്ലാൻ ഈസ് പ്ലാനിങ് ടു ഫെയിൽ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഫെയിലിംഗ് ടു പ്ലാൻ ഈസ് പ്ലാനിങ് ടു ഫെയിൽ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? യെസ് സർ, കേട്ടിട്ടുണ്ട് സർ. സെയിം വേ ബിസിനസ്സിലും നമ്മൾ പ്ലാൻ ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം. സോ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഗിവ്സ് ഡയറക്ഷൻ ടു ദ കമ്പനി ടു മൂവ് അഹെഡ്. ഇറ്റ് ഡിഫൈൻസ് അവർ ഗോൾ. നമ്മുടെ ഗോൾ എന്താണ്, നമ്മുടെ മിഷൻ. കാരണം സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ പ്രോസസ്സിൽ 3ാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഗോൾസ് അല്ലെ? സോ ഇറ്റ് ഹെൽപ്സ് us to define the realistic objectives and goals. എന്താ ഈ റിയലിസ്റ്റിക് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് എന്ന് പറയുന്നത്? എന്താ റിയലിസ്റ്റിക് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ്? എടാ നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്, നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണത് നമ്മൾ ഒബ്ജക്റ്റീവ്സും ഗോൾസും ആയിട്ട് വെക്കണം.
ഓക്കെ, ഞാനൊരു ഗോൾ വെക്കാണ്. എനിക്ക് May 24, അതായത് 2024 May 31 ആകുമ്പോഴേക്കും എനിക്ക് വേൾഡിലെ നമ്പർ 1 ആകണം, നമ്പർ 1 റിച്ചസ്റ്റ് പേഴ്സൺ ആകണം. നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമാണോ? May 2024 May 31 എനിക്ക് വേൾഡിലെ നമ്പർ 1 റിച്ചസ്റ്റ് പേഴ്സൺ ആണോ? പറ്റുമോ? പറ്റൂല. സോ നമ്മുടെ ഗോൾസ് എപ്പോഴും റിയലിസ്റ്റിക് ആയിരിക്കും, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ ലൈൻ വിത്ത് അവർ വിഷൻ. അത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ മിഷൻ, നമ്മുടെ ഗോൾസ്, അതൊക്കെ നമ്മുടെ വിഷനുമായിട്ട് ഇൻ ലൈൻ ആയിരിക്കണം. സോ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ എന്താ എഴുതുക? ഗിവ്സ് ഡയറക്ഷൻ ടു മൂവ് ഹെഡ്. എടാ, കമ്പനിയിൽ ഒരു പ്ലാൻ ഉണ്ടാവണം, വളരെ നിർബന്ധമാണ്. പ്ലാൻ ഉണ്ടാവണം. സോ ഇറ്റ് ഗിവ്സ് ഡയറക്ഷൻ ടു മൂവ് അഹെഡ്. ഫെയിലിംഗ് ടു പ്ലാൻ ഈസ് പ്ലാനിങ് ടു ഫെയിൽ. അവിടെ എവിടെയെങ്കിലും ചെറുതായിട്ട് എഴുതി വെക്കാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. എക്സാമിന് എഴുതരുത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഫെയിലിംഗ് ടു പ്ലാൻ is equal to planning to fail. Planning to fail. Failing to plan is equal to planning to fail. So point number 1 എന്താണ്? എന്റെ കമ്പനിയിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ it will give direction to move ahead. It will define the goals and objectives. And my goals and objectives should be എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ realistic ആയിരിക്കണം. And it should be in line with the vision of the company. Second one, proactive. നമ്മൾ ഈ വാക്ക് ഇന്നലെ ഓൾറെഡി കേട്ടിട്ടുണ്ട് അല്ലെ? proactive. എടാ, ഏതാ നല്ലത്? രണ്ടും വേണം, proactive വേണം, reactive വേണം. ഇതിൽ ഏതാണ് നല്ലത്? ഏതാണ് നല്ലത്? അത്യാവശ്യം മുൻകൂട്ടി റെഡിയായി പ്രിപ്പയർ ചെയ്ത് വരുന്നതാണോ നല്ലത്, അതോ വരുന്നിടത്ത് വെച്ച് കാണുന്നതാണ് ആറ്റിറ്റ്യൂഡ് ആണോ നല്ലത്? ഏതാണ് നല്ലത്? എടാ, നമുക്ക് നമ്മുടെ എന്താ പറയാ, ബിസിനസ്സിൽ പ്രോ ആക്റ്റീവായി നിൽക്കുന്നതാണോ നല്ലത്, അതോ റിയാക്റ്റീവായി നിൽക്കുന്നതാണോ നല്ലത്? പ്രോ ആക്റ്റീവായി നിൽക്കുന്നതല്ലാണ് നല്ലത്. സോ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ടു ബി proactive instead of reactive. അല്ലെ? ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും പഠിക്കാതെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ പരീക്ഷ എഴുതിയാൽ അതെന്താണ്? പ്രൊആക്റ്റീവ് ആണോ അല്ലാതെ റിയാക്റ്റീവ് ആണോ? അല്ലെ? വരുന്നിടത്ത് വെച്ച് കാണാം, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടട്ടെ. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, നിങ്ങൾ പഠിക്കാത്ത ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, എന്ത് ചെയ്യും? വെറുതെ നോക്കിയിരിക്കേണ്ടി വരും. ശരിയല്ലേ? അല്ലെ? സോ ഓർഗനൈസേഷൻസ് ആർ ഏബിൾ ടു അനലൈസ് ആൻഡ് ടേക്ക് ആക്ഷൻ. proactive എന്ന് പറയുന്നതാണ് വി ഷുഡ് ബി ഏബിൾ ടു അനലൈസ് ആൻഡ് ടേക്ക് ആക്ഷൻ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നോക്കിയിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് മിയർ സ്പെക്ടേറ്റേഴ്സ്. ഓക്കെ, ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ അവിടെ ഇംഗ്ലീഷിലുണ്ട്, ശ്രദ്ധിക്കടാ. എടാ, നമ്മുടെ ബിസിനസ്സിൽ, എടാ, ഇത് ഇച്ചിരി ഒരു ഡ്രൈ തിയറീസ് ആണ്, സിമ്പിൾ ആണ്. ഇതിനകത്ത് നമുക്ക് എക്സാമ്പിൾ പറയാൻ കാര്യമായിട്ടൊന്നും വേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്നലെ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് നോക്കിയായിരുന്നു അല്ലെ? സോ ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ ഓർഗനൈസേഷൻ ഷുഡ് ബി ഏബിൾ ടു അനലൈസ് ആൻഡ് ടേക്ക് ആക്ഷൻ. നമ്മുടെ ബിസിനസ്സിൽ പ്രോ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ആക്ഷൻസ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വരുന്നിടത്ത് വെച്ച് കാണാന്ന് വിചാരിച്ചാൽ നമ്മൾ വെറുതെ നോക്കി നിൽക്കേണ്ടി വരും. ഓർ എന്താണ്? ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് മിയർ spectators. So SM will help the organization to be more proactive than reactive. Second point എന്താ പറഞ്ഞത്? SM help the organization to be more proactive instead of being reactive. ഓക്കെ ആണോടാ? ഫസ്റ്റ് 2 പോയിന്റ് ഓക്കെ ആണോടാ? ഫസ്റ്റ് 2 പോയിന്റ് എന്താ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? Failing to plan is equal to planning to fail. അതായത് strategic management gives direction for the company to move ahead. സെക്കൻഡ് എന്താ പറഞ്ഞത്? നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നമ്മൾ കൂടുതൽ പ്രോ ആക്റ്റീവ് ആക്കും, റിയാക്റ്റീവ് ആക്കില്ല, പ്രോ ആക്റ്റീവ് ആക്കും. കാരണം റിയാക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംഭവിക്കും? വിൽ ബിക്കം മിയർ സ്പെക്ടേറ്റേഴ്സ്. നോക്കി നിൽക്കേണ്ടി വരും. എൻവയറമെന്റ് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് അതിനെന്ത് ചെയ്യണം? ഗ്രാബ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി നോക്കി നിൽക്കേണ്ടി വരും. ഓപ്പർച്യൂണിറ്റി വേറെ ആരെങ്കിലും വന്ന് കൊണ്ടുപോകും. മനസ്സിലാവുന്നുണ്ടോ? സോ ഓർഗനൈസേഷൻ ഷുഡ് ബി ഏബിൾ ടു ടേക്ക് ആക്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് മിയർ സ്പെക്ടേറ്റേഴ്സ്. നെക്സ്റ്റ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രൊവൈഡ്സ് ഫ്രെയിംവർക്ക് ഫോർ ഓൾ മേജർ. ബിസിനസ്സിലെ എല്ലാ മേജർ ഡിസിഷൻസ് എടുക്കാനും സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സഹായിക്കും. ഫോർ എക്സാമ്പിൾ, എടാ, ലൂയി വിറ്റോന്റെ ഓണറായ ബേർണാർഡും പേഴ്സ് ആണ് വെക്കുന്നത്, അപ്പുറത്തെ ബീരാൻ ചേട്ടനും പേഴ്സ് ആണ് വെക്കുന്നത്. പക്ഷെ രണ്ടുപേരും എങ്ങനെയാ പേഴ്സ് വെക്കുന്നത്? ഒരാൾ പേഴ്സ് വെക്കുന്നത് വളരെ തുച്ഛമായ വിലയിലും മറ്റേ പേഴ്സ് വെക്കുന്നത് റെക്കോർഡ് വിലയിലുമാണ്. സോ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ രണ്ടുപേരുടെ ഉദ്ദേശം എന്താണ്? കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യാന്നുള്ളതല്ലേ? അല്ലെ? ബേർണാർഡ് ആയാലും ശരി, ഇപ്പോഴത്തെ ബീരാൻ ആയാലും ശരി, രണ്ടുപേരുടെ ഉദ്ദേശം എന്താണ്? രണ്ടുപേരും ഒബ്ജക്റ്റീവ് എന്താണ്? കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യാന്നുള്ളതല്ലേ? യെസ്. ഈ കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ബീരാൻ എടുത്ത സ്ട്രാറ്റജി എന്താണ്? പൈസ കുറച്ച് വെക്കുക. ബേർണാർഡ് എടുത്ത സ്ട്രാറ്റജി എന്താണ്? പൈസ കൂട്ടി വെക്കുക. നല്ല ക്വാളിറ്റി ഫീച്ചേഴ്സ് കൊടുത്തിട്ട് പൈസ കൂട്ടി വിൽക്കുക. അല്ലെ? സോ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മേജർ ഡിസിഷൻസ് എടുക്കാനും നിങ്ങളെ സഹായിക്കും. ഏത് പ്രോഡക്റ്റ് വിൽക്കണം, ഏത് ബിസിനസ്സിൽ ഇറങ്ങണം, ഏത് മാർക്കറ്റ് സെർവ് ചെയ്യണം, അത് എങ്ങനെ സെർവ് ചെയ്യണം, പൈസ കൂട്ടി വെക്കണോ, പൈസ കുറച്ച് വെക്കണോ, ഇതൊക്കെ ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നമുക്ക് എന്ത് ചെയ്യും? സഹായിക്കും.
So strategic management gives a framework by which we will be able to take all the major decisions of the enterprise. നമ്മുടെ ബിസിനസ്സിലെ എല്ലാ മേജർ ഡിസിഷൻസ് എടുക്കാനും നമ്മുടെ ബിസിനസ്സിലെ എല്ലാ മേജർ ഡിസിഷൻസ് എടുക്കാനും സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നമ്മളെ സഹായിക്കും. Next, strategic management helps us to identify all the various business opportunities and to face the future. എടാ ബിസിനസ്സിൽ എന്തെങ്കിലും നമ്മൾ നേരത്തെ SWOT അനാലിസിസ് SWOTിൽ ഓപ്പർച്യൂണിറ്റീസ് എന്തെയാണ് പറഞ്ഞത്? ഓപ്പർച്യൂണിറ്റീസ് സെർച്ച്, ഇവാലുവേറ്റ്, എക്സ്പ്ലോയിറ്റ്. ഓർക്കുന്നുണ്ടോടാ? സോ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഉള്ള ബിസിനസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഏബിൾ ടു ഐഡന്റിഫൈ ദ ഓപ്പർച്യൂണിറ്റീസ്. ഞാനൊരു ഉദാഹരണം പറയാം. ശ്രദ്ധിക്കുക. എടാ നമ്മുടെ ചുറ്റും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും നമ്മളെ തേടി വരില്ല. നമ്മൾ വേണം ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിച്ച് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി. ശരിയല്ലേ? യെസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എയർടെൽ ആയാലും വോഡാഫോൺ ആയാലും ഐഡിയ ആയാലും അവർ 2016 വരെ അവരുടെ കയ്യിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. എന്താണ്? എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഉണ്ട്. പക്ഷെ അവരെന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? കോളിനാണ് അവർ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയുള്ള ഓപ്പർച്യൂണിറ്റി അവരെന്താ ചെയ്തില്ല? അത് എക്സ്പ്ലോയിറ്റ് ചെയ്തില്ല. അത് ആർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റി? അത് മുകേഷ് അംബാനിക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റി. ബിക്കോസ് അയാളുടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അത്രയും സ്ട്രോങ് ആണ്. സോ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ടു ഫേസ് ദ ഫ്യൂച്ചർ ആസ് വെൽ ആസ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ വേരിയസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. മനസ്സിലായോടാ? നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാൻ വേണ്ടി സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ബിസിനസ്സിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സഹായിക്കും. ഓക്കെ ആണോടാ? യെസ് സർ. ഗോട്ട് ഇറ്റ്. യെസ്. നെക്സ്റ്റ് പോയിന്റ്, കോർപ്പറേറ്റ് ഡിഫൻസ് മെക്കാനിസം. ഈ ടോപ്പിക് പഠിപ്പിക്കും. കോർപ്പറേറ്റ് ഡിഫൻസ് മെക്കാനിസം പഠിപ്പിക്കുന്ന മുന്നേ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു വാക്കിന്റെ അർത്ഥം പറ. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്. എന്താ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് എന്ന് വെച്ചാല്? എന്താണ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് എന്ന് വെച്ചാൽ? പറ. ഹലോ. യെസ്. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് എന്ന് വെച്ചാൽ എന്താ? എടാ ജസ്റ്റ് ഇമാജിൻ, എന്റെ ശരീരത്തിൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉണ്ട്. ഒരാൾ എന്നെ വെടിവെച്ചു. ആ ബുള്ളറ്റ് എന്റെ ശരീരത്തിൽ തട്ടുമോ? ആ ബുള്ളറ്റിന്റെ ഇമ്പാക്ട് ഓൺ മൈ ബോഡി എന്തായിരിക്കും? വളരെ കുറവായിരിക്കില്ലേ? എടാ ഇവിടെ ശ്രദ്ധിക്കുക, ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. ഞാനൊരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇട്ടു, എന്നെ ഒരാൾ ഷൂട്ട് ചെയ്തു. ആ ഷൂട്ട് ചെയ്താലും ആ ബുള്ളറ്റിന്റെ ഇമ്പാക്ട് ഓൺ മൈ ബോഡി കൂടുതലായിരിക്കോ കുറവായിരിക്കോ? കുറവായിരിക്കില്ലേ? യെസ്, കുറവായിരിക്കും അല്ലെ? സോ സെയിം വേ ശ്രദ്ധിക്കുക. എന്റെ ബിസിനസ്സിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു മിസ്റ്റേക്കും വരുത്തിക്കില്ല എന്നല്ല പറഞ്ഞത്. എന്റെ ബിസിനസ്സിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഉണ്ടെങ്കിലും ഞാൻ ഒരുപാട് മിസ്റ്റേക്സുകൾ ഉണ്ടാക്കും. എന്റെ തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോവും. പക്ഷെ അതിൽ നിന്നും എനിക്കുണ്ടാകുന്ന ഇമ്പാക്ട് കുറയും. സോ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആക്ട്സ് ആസ് എ കോർപ്പറേറ്റ് ഡിഫൻസ് മെക്കാനിസം against pitfalls. It helps you to avoid costly mistakes എന്ന് പറഞ്ഞത്. നിങ്ങൾ മിസ്റ്റേക്സ് ഉണ്ടാക്കും, പക്ഷെ മിസ്റ്റേക്സ് ഉണ്ടായാലും അതിന്റെ ഇമ്പാക്ട് ഓൺ യുവർ ബിസിനസ് കുറയും. ജസ്റ്റ് ലൈക്ക് എ ബുള്ളറ്റ് പ്രൂഫ്. എനിക്ക് വെടി വെച്ചാൽ ആ വെടി എനിക്ക് തട്ടില്ല എന്നാണോ? തട്ടും, പക്ഷെ എന്റെ ഫോഴ്സ് കുറഞ്ഞിട്ട് തട്ടും. അപ്പൊ എന്റെ ജീവന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ബുള്ളറ്റ് പ്രൂഫ് ഇട്ടാല് ആ ബുള്ളറ്റ് എനിക്ക് തട്ടില്ല എന്നല്ല പറഞ്ഞത്. അതും എനിക്ക് തട്ടും, പക്ഷെ അതിന്റെ ഇമ്പാക്ട് കുറവായിരിക്കും. ജസ്റ്റ് ലൈക്ക് ദ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്, കോർപ്പറേറ്റ് ഡിഫൻസ് മെക്കാനിസം സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആക്ട്സ് ആസ് എ കോർപ്പറേറ്റ് ഡിഫൻസ് മെക്കാനിസം against mistakes and pitfalls. ഞാൻ മിസ്റ്റേക്സ് ചെയ്യില്ല എന്നല്ല പറഞ്ഞത്. മിസ്റ്റേക്സ് ചെയ്താലും അതിന്റെ ഇമ്പാക്ട് കുറവായിരിക്കും. മനസ്സിലാവുന്നുണ്ടോടാ? ഓക്കെ ആണോ? ഫസീല, ഗൗതം, ഫൈൻ ആണോ? യെസ് സർ. അടുത്തത് ലോഞ്ചിവിറ്റി. ഓക്കെ. എടാ അങ്ങനെയാണെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് ഇട്ടവനാണോ കൂടുതൽ കാലം ജീവിക്കുക? ബുള്ളറ്റ് പ്രൂഫ് ഇടാത്തവനാണോ കൂടുതൽ കാലം ജീവിക്കുക? കമന്റ് ഇൻ ദി ചാറ്റ് ബോക്സ്. ബുള്ളറ്റ് പ്രൂഫ് ഇട്ടവനാണോ ഇടാത്തവനാണോ? ആരായിരിക്കും കൂടുതൽ കാലം ജീവിക്കുക? രണ്ടുപേരെ ഷൂട്ട് ചെയ്തു. ഒരുത്തൻ ബുള്ളറ്റ് പ്രൂഫ് ഇട്ടിട്ടുണ്ട്, മറ്റേ ബുള്ളറ്റ് പ്രൂഫ് ഇട്ടിട്ടില്ല. ഏത് ബിസിനസ് ആയിരിക്കും കൂടുതൽ കാലം? വിത്ത് ബുള്ളറ്റ് പ്രൂഫ് അല്ലേ? യെസ്. അപ്പൊ ലോഞ്ചിവിറ്റി. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഉള്ള ബിസിനസ് ആണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ് ടു എൻഹാൻസ് ദ ലോഞ്ചിവിറ്റി ഓഫ് ദ ബിസിനസ്. ബിസിനസിന്റെ ലൈഫ് അത് പിന്നെയും നീട്ടിത്തരും. And the last one is core competencies and competitive advantage. ഞാൻ ഓൾറെഡി കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു. എന്താ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്? one has over its competitor. ശരിയല്ലടാ?
ശരിയല്ലടാ? നിനക്ക് നിന്റെ കോമ്പറ്റീറ്ററിനെക്കാളും എന്താണോ കൂടുതൽ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത്, അതിനാണ് ഞാൻ എന്താ വിളിക്കുന്നത്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കോർ കോമ്പിറ്റൻസി എന്ന് വെച്ചാൽ സ്കില്ലാണ്. ആ സ്കില്ല് റെയർ ആയിരിക്കും. റെയർ സ്കില്ലിനാണ് ഞാൻ എന്താ വിളിക്കുന്നത്, ഈ സ്കില്ല് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നേടിയത്. എല്ലാവർക്കും ഇല്ലാത്തതായിട്ടുള്ള വളരെ ചുരുക്കം പേർക്ക് മാത്രമുള്ള സ്കില്ലിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, കോർ കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. എടാ കോമ്പിറ്റൻസി ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ബിസിനസ്സിൽ ജസ്റ്റ് ഒരു വൺ ഓഫ് ദ പ്ലെയർ ആയാൽ മതി എങ്കിൽ നിങ്ങൾക്ക് കോമ്പിറ്റൻസി മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് ബിസിനസ്സിൽ ജസ്റ്റ് കോമ്പീറ്റ് ചെയ്താൽ മതി, ഒരു മത്സരാർത്ഥി ആയാൽ മതി എങ്കിൽ നിങ്ങൾക്ക് എന്ത് മതി, കോമ്പിറ്റൻസി ഉണ്ടായാൽ മതി. പക്ഷേ നിങ്ങൾക്ക് ബിസിനസ്സിൽ നമ്പർ 1 ആകണമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റർ തകർക്കണമെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ബീറ്റ് ദ കോമ്പറ്റീറ്റർ, നിങ്ങൾക്ക് നിങ്ങളുടെ എതിരാളികളെ തകർത്ത് നിങ്ങൾക്ക് നമ്പർ 1 ആകണമെങ്കിൽ യു നീഡ് കോർ കോമ്പിറ്റൻസി. ശ്രദ്ധിക്കടാ, എനിക്ക് ജസ്റ്റ് SM പഠിപ്പിക്കുന്ന ഒരു ഫാക്കൽറ്റി ആയാൽ മതി എങ്കിൽ എനിക്ക് എന്ത് മതി, എനിക്ക് ജസ്റ്റ് നോളജ് ഉണ്ടായാൽ മതി. SM പഠിപ്പിക്കുന്ന വൺ ഓഫ് ദ ഫാക്കൽറ്റി ആകണമെങ്കിൽ എനിക്ക് നോളജ് ഉണ്ടായാൽ മതി. പക്ഷേ SM പഠിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന SM ഫാക്കൽറ്റി ആകണമെങ്കിൽ എനിക്ക് ജസ്റ്റ് നോളജ് ഉണ്ടായാൽ പോരാ. അത് ഡെലിവർ ചെയ്യാനുള്ള പല കഴിവുകൾ ഉണ്ടാവണം. ആ കഴിവുകൾ റെയർ ആക്കണം. എല്ലാവർക്കുമുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ കുട്ടികൾ അങ്ങോട്ടും പോകും. മറ്റു ഫാക്കൽറ്റീസിന് ആർക്കും ഇല്ലാത്ത എന്തെങ്കിലും ഒരു സ്കിൽ എനിക്ക് ഉണ്ടാവണം. ആ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് കോർ കോമ്പിറ്റൻസി ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? കോമ്പിറ്റൻസി മീൻസ് ഇഫ് യു വാണ്ട് ടു ബിക്കം എ പ്ലെയർ ഇൻ ദ മാർക്കറ്റ്, നിനക്ക് ബിസിനസ്സിൽ ജസ്റ്റ് ഒരു പ്ലെയർ ആയാൽ മതി, നിനക്ക് ജസ്റ്റ് ബിസിനസ് നടത്തിയാൽ മതിയെങ്കിൽ നിനക്ക് കോമ്പിറ്റൻസി മതി. പക്ഷേ ആ ബിസിനസ്സിൽ നമ്പർ 1 ആകണമെങ്കിൽ, ആ ബിസിനസ്സിൽ നിന്റെ കോമ്പറ്റീറ്റേഴ്സ് തകർത്ത് നിനക്ക് നമ്പർ 1 ആകണമെങ്കിൽ നിനക്ക് എന്തുണ്ടാവണം, കോർ കോമ്പിറ്റൻസി ഉണ്ടാവണം. ആർ യു ഗൈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോടാ? യെസ് സർ. So SM helps you to develop core competency. SM helps you to develop core competency and competitive advantage. So എന്തൊക്കെ പോയിന്റ്സ് നമ്മളിപ്പോ പറഞ്ഞത് നോക്കിയേ, SM-ന്റെ ഇമ്പോർട്ടൻസ്. ഈ ചോദ്യം മാർക്ക് ചെയ്ത് വെച്ചോ. ചാപ്റ്റർ 1 എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് മാർക്ക് ചെയ്ത് വെച്ചോ, സ്റ്റാർ മാർക്ക് ചെയ്ത് വെച്ചോ, 5 സ്റ്റാർ. ഈ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ്, 5 സ്റ്റാർ ക്വസ്റ്റ്യൻ ആയിട്ട്, ചാപ്റ്റർ 1-ലെ 5 സ്റ്റാർ ക്വസ്റ്റ്യൻ ആയിട്ട്. സോ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് gives direction to move ahead. അല്ലെ? Defines goals and objectives. Our goals and objectives should be in line with vision. ഓർക്കുന്നുണ്ടോ ഈ പറഞ്ഞ പോയിന്റ്സ്? യെസ് സർ. സെക്കൻഡ് വൺ എന്താ പറഞ്ഞത്? ഫസ്റ്റ് വൺ ഇതാ പറഞ്ഞത്. സെക്കൻഡ് വൺ എന്താ പറഞ്ഞത്? ഇറ്റ് ഹെൽപ്സ് us to identify business opportunities and face the future. തേർഡ് വൺ എന്താ പറഞ്ഞത്? സെക്കൻഡ് വൺ കഴിഞ്ഞു. തേർഡ് വൺ എന്താ പറഞ്ഞത്? എന്താ, എനിക്ക് ഓർമ്മയുള്ള പോയിന്റ്സ് ഒക്കെ ഞാൻ എഴുതാം കേട്ടോ. ലോഞ്ചിവിറ്റി. ഫോർത്ത് വൺ എന്താ പറഞ്ഞത്? പ്രോആക്റ്റീവ് ദാൻ റിയാക്റ്റീവ്. അഞ്ചാമത്തത് കോർപ്പറേറ്റ് ഡിഫൻസ് മെക്കാനിസം. CD എന്ന് പറഞ്ഞ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ ആണ്, കോർപ്പറേറ്റ് ഡിഫൻസ് മെക്കാനിസം. ഓക്കെ. ആറാമത്തത് കോർ കോമ്പിറ്റൻസി ആൻഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. കോർ കോമ്പിറ്റൻസി ആൻഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ഏതോ ഒരു പോയിന്റ് ഞാൻ മിസ്സാക്കിയിട്ടുണ്ട്. ഏതായിരുന്നു? ഫ്രെയിംവർക്ക് ഫോർ ഡിസിഷൻ മേക്കിംഗ് അല്ലെ? ഫ്രെയിംവർക്ക് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇതാണ് 7 പോയിന്റ്സ്, 7 ഇമ്പോർട്ടൻസ് ഓഫ് SM. ഇമ്പോർട്ടൻസ് ഓഫ് SM എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ 7 പോയിന്റാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ ആണോടാ? ഈ പറഞ്ഞ 7 പോയിന്റാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? സെറ്റ് ആണോ? ഓക്കെ ആണോടാ? പറ പെട്ടെന്ന് പറ. 7 പോയിന്റ്സ്. ഫൈൻ ആണോ? യെസ് സർ.
Yes, sir. So these are the 7 points. Set answer. Good. ഇതാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 7 ഇമ്പോർട്ടൻസ്. എടാ ഇത് 5-star ക്വസ്റ്റ്യൻ ആണ്. ഇത് 5-star ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ഒരു 100% ചോദിക്കും. അല്ല 100% ഞാൻ പറയുന്നില്ല, ഒരു 98% ഒക്കെ ചോദിക്കും. ഓക്കെ, ചാപ്റ്റർ 1 എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ ആണോടാ? ഫൈനാണോ? യെസ്. ഇനിയിപ്പോ നമുക്ക് എന്താ പഠിക്കുന്നത്? ലിമിറ്റേഷൻസ്. എന്താണ് ലിമിറ്റേഷൻസ്? SM-ന്റെ ലിമിറ്റേഷൻസ്. എനിക്ക് എപ്പോഴൊക്കെ ഞാൻ ഈ SM-ന്റെ ലിമിറ്റേഷൻസ് പഠിപ്പിക്കുക, അപ്പോഴൊക്കെ എനിക്ക് എന്റെ ഗേൾ ഫ്രണ്ടിന് ഓർമ്മ വരും. എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, നിങ്ങളോട് ആരും ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഇപ്പൊ എന്റെ പാർട്ണറാണ്. എനിക്ക് എപ്പോഴൊക്കെ ഈ SM-ന്റെ ലിമിറ്റേഷൻസ് പഠിപ്പിക്കോ, അപ്പോഴൊക്കെ എനിക്ക് അവളെ ഓർമ്മ വരും. എപ്പോഴൊക്കെ ഞാൻ ഏതൊക്കെ ക്ലാസ്സിൽ പോയിട്ട് SM-ന്റെ ലിമിറ്റേഷൻ പഠിപ്പിക്കും, അപ്പൊ എനിക്ക് അവളുടെ മുഖം ഓർമ്മ വരും. കാരണം എന്താ അറിയോ? എനിക്ക് വല്ലാതെ റിലേറ്റബിൾ ആണ്. നോക്കിയേ, ടൈം കൺസ്യൂമിങ്, കോസ്റ്റ്ലി, highly complex and turbulent, difficult to predict, very difficult to predict. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ മക്കളെ? എടാ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ എപ്പോഴൊക്കെ SM-ന്റെ ലിമിറ്റേഷൻസ് പഠിക്കുമോ, അപ്പോഴൊക്കെ എനിക്ക് എന്റെ പാർട്ണറുടെ മുഖം ഇങ്ങനെ എന്റെ മുമ്പിൽ വരും. നോക്കിയേ പോയിന്റ്സ്. നോക്കിയേ, ടൈം കൺസ്യൂമിങ്. ശരിയല്ലേ? ടൈം കൺസ്യൂമിങ് അല്ലേ? രാത്രി എപ്പോഴും ഇരുന്ന് പറ ഇനി എന്താ പറ എത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കണം. എന്ത് തേങ്ങ ഇതിന് മാത്രം പറയാനുള്ളത്? ടൈം കൺസ്യൂമിങ്. കോസ്റ്റ്ലി, ഭയങ്കര കോസ്റ്റ്ലിയാ. അത് ഉള്ളവർക്ക് അറിയാൻ പറ്റും. ചെറിയ മെയിൻ്റെനൻസ് ഒന്നുമല്ല, മെയിൻ്റെനൻസ് എക്സ്പെൻസ് ഭയങ്കര കൂടുതലാ. ശരിയല്ലടാ? യെസ്. ഹൈലി കോംപ്ലക്സ് ആൻഡ് ടർബ്യുലന്റ്, ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം കേട്ടോ. ഈ പറഞ്ഞ സാധനം ചിലപ്പോൾ നമ്മൾ ഈ വെബ് സീരീസിലൊക്കെ കണ്ടിട്ടുണ്ടോ? അതായത് ഒരു ദിവസം നമ്മൾ പൊതുവെ രാത്രിയെ സംസാരിക്കും. ഞാൻ എന്റെ ഗേൾ ഫ്രണ്ട് രാത്രിയെ സംസാരിക്കാറ്. ഓക്കെ, അപ്പൊ ഒരു ദിവസം എന്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നുകൊണ്ട് ഞാൻ ഇവളോ വിളിച്ചു ചോദിച്ചു, എടി ഞാൻ ഇങ്ങനെ ഉണ്ടാവില്ല, ഇന്ന് എന്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, ഞാൻ പൊക്കോട്ടെ? എന്നോട് പറഞ്ഞു, ആ ശരി പൊക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ ശരി ഓക്കെ. കട്ടാക്കി ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോയി. അടുത്ത ദിവസം ഞാൻ വിളിക്കുമ്പോൾ ഇവൾ എടുക്കുന്നില്ല. ഞാൻ വീണ്ടും വിളിച്ചു, അപ്പൊ എടുത്തു. എന്ത് പറഞ്ഞു? ഫുള്ള് ദേഷ്യത്തിലാ, വോയിസ് ഒക്കെ. പറ, എന്താണ്? കറക്കെല്ലാം കഴിഞ്ഞോ? ഇപ്പോഴാണോ നമ്മളൊക്കെ ഓർമ്മ വന്നേ? ഇപ്പൊ ഇന്നെന്താ ഫ്രണ്ട്സിനെ കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ചൂടാവുക. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ ഇന്നോട് ഇന്നലെ ചോദിച്ചാണല്ലോ ഞാൻ പൊക്കോട്ടെ എന്ന്. ഞാൻ പൊക്കോ എന്ന് പറയാൻ നീ പോകണം എന്നാണോ അർത്ഥം? ഞാൻ പറഞ്ഞു, പിന്നെ പൊക്കോ എന്ന് പറയാൻ പിന്നെ പോകണം എന്നല്ലേ അർത്ഥം. പൊക്കോ എന്ന് പറയാൻ പോകരുത് എന്നാണ് അർത്ഥം. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു പ്രിഡിക്റ്റ്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ മുഖം കാണാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ വികാരം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പ്ലീസ് കമന്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Okay, very difficult to predict these kind of people. Yes sir, relate ചെയ്യാൻ പറ്റുന്നുണ്ട് സർ. യെസ് സർ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ലിമിറ്റേഷൻസ് ഓഫ് SM വളരെ ഈസിയാണ്. ലിമിറ്റേഷൻസ് ഓഫ് SM-ന്റെ ഹെഡിങ് വളരെ ഈസിയാണ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് യുവർ ഗേൾ ഫ്രണ്ട് ഓർ ബോയ് ഫ്രണ്ട്. You will get all the headings സെറ്റ് ആയി. ഗേൾ ഫ്രണ്ടിനെ കുറിച്ചോ ബോയ് ഫ്രണ്ടിനെ കുറിച്ചോ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, ഹെഡിങ് സെറ്റ് ആണ്. എന്തൊക്കെയാണ് ഹെഡിങ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ്. ശരിയല്ലടാ? ശരിയല്ലേ? ടൈം കൺസ്യൂമിങ് അല്ലേ? ശരിയാണ്. കോസ്റ്റ്ലി, ശരിയല്ലേ? യെസ്. ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. വെരി ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ് അല്ലെ? പിന്നെന്താണ്? ഹൈലി കോംപ്ലക്സ് ആൻഡ് ടർബുലന്റ്. അപ്പൊ ഹെഡിങ് സെറ്റ് ആണ്. ഇനി കണ്ടന്റ് മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഹെഡിങ് സെറ്റ് ആണ്. ഹെഡിങ് ഒന്ന് പറഞ്ഞേ. എന്തൊക്കെയാ ഹെഡിങ്? ഫസ്റ്റ് വൺ എന്താണ് ഹെഡിങ്? Time consuming. Second one, costly. Third one, highly complex and turbulent. Fourth one, difficult to predict. Okay ആണോടാ? ഹെഡിങ് സെറ്റ് അല്ലേ? ഇനി കണ്ടന്റ് അല്ലേ വേണ്ടു? യെസ്. നമുക്ക് നോക്കാം. ഇനി നമുക്ക് കണ്ടന്റ് വായിക്കാം. ഫസ്റ്റ് വൺ, environment is highly complex and turbulent. നമുക്ക് നോക്കാലോ എന്താ പറയുന്നത്. environment is highly complex and turbulent. എടാ നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതല്ല നമ്മുടെ ചുറ്റും നടക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ആരെങ്കിലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടോ കോവിഡ് വന്നാൽ 6-7 മാസം നമ്മൾ വീട്ടിൽ തന്നെ കുത്തിയിരിക്കേണ്ടി വരുന്നു? ആരെങ്കിലും നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലെ? കോവിഡിന് മുന്നേ
കോവിഡിന് മുന്നേ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്കൽറ്റി ഓൺലൈൻ ക്ലാസ് കൊടുത്തിട്ടുണ്ടോ? ടെൽ മീ. കോവിഡിന് മുന്നേ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്കൽറ്റി ഓൺലൈൻ ക്ലാസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ? ടെൽ മീ. കൊടുത്തിട്ടില്ല. കാരണം അവർ അന്ന് പറയുന്നുണ്ടായിരുന്നു, ഇന്ന് ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും അന്ന് അവരെന്താ പറഞ്ഞെന്നറിയോ? ഓൺലൈൻ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിന്റെ റെന്റ് ഒക്കെ നമ്മൾ എങ്ങനെ അടക്കും? കുട്ടികളൊക്കെ ഓൺലൈനിലാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഈ ബിൽഡിംഗ് ഇത്രയും റെന്റ് കൊടുത്ത് ഈ ബിൽഡിംഗ് വെക്കുന്നത്? അതുകൊണ്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? കോവിഡ് വന്നു, എല്ലാവരും വീട്ടിൽ തന്നെ കുത്തിയിരിക്കേണ്ട അവസ്ഥയായി. അവർക്ക് ഓൺലൈൻ ക്ലാസ് കൊടുക്കാതെ വേറെ വഴിയില്ലായിരുന്നു. സോ എൻവയറൺമെന്റ് ഇസ് ഹൈലി കോംപ്ലക്സ്. അന്ന് ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് ചിന്തിക്കാതെ ക്ലാസ് റൂം ഒക്കെ സെറ്റപ്പ് ആക്കി, ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഒരുപാട് പൈസ ചെലവാക്കി, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മാർച്ചിൽ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ആക്കി വെച്ച് ഒരുപാട് പൈസ ചെലവാക്കി ബിൽഡിംഗ്, ക്ലാസ് റൂം ഒക്കെ സെറ്റപ്പ് ആക്കി വെച്ചു. പക്ഷെ പിന്നീട് കുട്ടികൾ വന്നു. മാർച്ചിന് ശേഷം പിന്നെ കുട്ടികൾ വന്നിരുന്നോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ? ഇല്ല. എല്ലാവരും അവിടെ വീട്ടിലിരുന്നിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത്. സോ വി കാൻ predict and we cannot exactly pinpoint how it will shape in the future. Environment is highly complex. It is very difficult to predict what is going to happen tomorrow in environment. This is the first disadvantage. എടാ, നമ്മൾ നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് മുന്നോട്ട് വന്നു, പെട്ടെന്ന് തന്നെ എൻവയറൺമെന്റ് മാറി എന്ന് വിചാരിക്കുക. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി മാറ്റേണ്ടി വരും. നമുക്ക് ഒരിക്കലും നാളെ എന്താണ് എൻവയറൺമെന്റ് നടക്കാൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാൻ പേര് പറഞ്ഞില്ല, പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഡിന് തൊട്ടു മുന്നേ കൊല്ലം ജില്ലയിൽ അവരുടെ ബിൽഡിംഗ് ഒക്കെ പണിതു വെച്ചു. മാർച്ച് 2020 ഒരു പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ട്, CA കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം ജില്ലയിൽ ഫുൾ ബിൽഡിംഗ് ഒക്കെ കെട്ടിവെച്ചു. അതിന് ഇനോഗ്രേഷന്റെ ബ്രോഷർ വരെ അവർ ഇറക്കി. ഇന്ന ദിവസം ഇനോഗ്രേഷൻ ആണ്. പക്ഷെ മാർച്ച് 2020 24-ാം തീയതി മോദിജി എന്താ പറഞ്ഞത്? ഹർ ദേശവാസിയോ വീട്ടിലുള്ള കുത്തിയിരിക്കേ, നിങ്ങൾ വീട്ടിലുള്ള കുത്തിയിരുന്നാ മതി, ആരും പുറത്തിറങ്ങണ്ട എന്നല്ലേ പറഞ്ഞത്? യെസ്. ആ ബിൽഡിംഗ് ഫുൾ പോയില്ലേ? ആ മാർച്ചിൽ അവർ ഉദ്ഘാടനം ചെയ്യേണ്ടതാ. ആ ബിൽഡിംഗ് പിന്നെ ഉദ്ഘാടനം ചെയ്തോ? ഇല്ല. കാരണം 6 മാസം വീട്ടിനുള്ള കുത്തിയിരിക്കാനല്ലേ. ഇന്നും കൊല്ലം ജില്ലയിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തില്ല? ബ്രാഞ്ച് ഇല്ല. സോ അവർ ഫുള്ള് പ്രിപ്പയർ ചെയ്ത. മാർച്ച് 2020 25-ാം തീയതി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇനോഗ്രേഷൻ ആണ്, ഇന്ന നടൻ വന്നിട്ട് ഇനോഗ്രേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ വലിയ രീതിയിൽ ബ്രോഷർ ഇറക്കി എല്ലാം സെറ്റ് ആക്കി വെച്ചതാ. പക്ഷെ എൻവയറൺമെന്റ് എന്താ സംഭവിച്ചത്? ലോക്ക്ഡൌൺ. സോ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. അവിടെ സ്ട്രാറ്റജി അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ വി കനോട്ട് എക്സാക്ട്ലി പിൻ പോയിന്റ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. This is the first point. Okay, Oda? Yes. Next one, it's a time consuming process. എടാ, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. ഒരുപാട് വർഷങ്ങൾ എടുക്കും നമ്മുടെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടാൻ പഠിച്ച്. നമ്മുടെ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത പാടെ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? റിസൾട്ട് കിട്ടില്ല. നമ്മുടെ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത പാടെ നമുക്ക് എന്ത് കിട്ടില്ല? റിസൾട്ട് കിട്ടില്ല. സി, ഞാൻ ഇന്ന് ജസ്റ്റ് എ സെക്കൻഡ്, നമ്മുടെ ഇന്നത്തെ എന്താ പറയാ, നമ്മുടെ ഇന്നത്തെ കുട്ടികളൊക്കെ വളരെയധികം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ, അതായത് എഫേർട്ട് ഇടാൻ തയ്യാറല്ല. ഫോർ എക്സാമ്പിൾ, ഇന്നിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇന്ന് പഠിക്കുന്ന കോഴ്സ് ACC ആണ്. CA കുട്ടികൾ കുറഞ്ഞുകൊടുക്കുകയാണ്. റീസൺ എന്താ? CA സർ 4 വർഷം പഠിക്കണം സാർ, 5 വർഷം പഠിക്കണം സാർ, 2 വർഷം ആർട്ടിക്കിൾഷിപ്പ് ഉണ്ട് സാർ. മറ്റവരെന്താ പറഞ്ഞത്? ബിക്കം ACCA at the age of 21. 21-ാമത്തെ വയസ്സിൽ 20-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ചാർട്ടേഡ് ACCA ആവാം. 20-ാമത്തെ വയസ്സിൽ ACC ആവാം. CA ടഫാ, 5-6 വർഷം എടുക്കും, പാസ്സാവൂല. കാരണം നമുക്ക് ഇന്നിപ്പോ പെട്ടെന്ന് നമുക്ക് എന്ത് വേണം? റിസൾട്ട് കിട്ടണം. ഈ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഒക്കെ പരസ്യം തന്നെ അങ്ങനെയാ. ബിക്കം CA at the age of 21. ഇത് ആരും ചിന്തിക്കുന്നില്ല. ഇത് ഉണ്ടാക്കുന്ന പ്രഷർ, കുട്ടികളുടെ ഇടയിൽ ഇത് ഉണ്ടാക്കുന്ന പ്രഷർ, ഇതിനെക്കുറിച്ച് ഒരാൾ പോലും ചിന്തിക്കുന്നില്ല. മിക്ക CA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരസ്യം അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് 21-ാമത്തെ വയസ്സിൽ ACC ആകണോ, 20-ാമത്തെ വയസ്സിൽ ACC ആകണോ? എടാ, 20-ാമത്തെ വയസ്സിൽ ACC ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ CA ആയിട്ടുള്ള സന്തോഷം. ഇത് ആവാത്തവരുണ്ടല്ലോ, അവരുടെ ഉള്ളിൽ ഇത് എന്ത് ചെയ്യും? പ്രഷർ ബിൽഡ് ചെയ്യും. അയ്യോ, അവൻ ജോലിക്ക് പോയി, ഇവൻ ജോലിക്ക് പോയി, എനിക്ക് മാത്രം ജോലി ഇല്ലല്ലോ. ഇത് ഉണ്ടാക്കുന്ന പ്രഷർ ഉണ്ട്. ഇതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഇന്നിപ്പോ അതുകൊണ്ട് തന്നെ എല്ലാവരും CA വരാൻ മടിയാ. കാരണം CA is a time consuming process. CA ഫൗണ്ടേഷൻ പാസ്സായി, ഇന്റർ പാസ്സായി, 2 വർഷം ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത്, പിന്നെയും 8 പേപ്പർ ഉണ്ട്. അല്ല, ഇപ്പൊ 6 പേപ്പർ അല്ലെ, ഇപ്പൊ 6 പേപ്പർ ഉണ്ട് ഫൈനലിന്. So time consuming process. Same thing for strategic management. Time consuming process. It will take time to give result.
നിങ്ങൾ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത പാട് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? റിസൾട്ട് കിട്ടത്തില്ല. നിങ്ങൾക്ക് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത പാട് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? റിസൾട്ട് കിട്ടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. The organization has to spend lot of time in preparing the strategy. You have to communicate the strategy. ഒരുപാട് ടൈം എടുക്കും. ഓക്കെ ആണോ? ഇറ്റ്സ് എ കോസ്റ്റ്ലി പ്രോസസ്. ടൈം കൺസ്യൂമിംഗ് മാത്രമല്ല, ഇറ്റ്സ് എ കോസ്റ്റ്ലി പ്രോസസ്. സേ ഫോർ എക്സാമ്പിൾ, ജിയോ സിനിമ ഇന്ന് ഹിറ്റ് ആയോ? ജിയോ സിനിമ എന്ന് പറയുന്ന ആപ്പ് ഭയങ്കര ഹിറ്റ് ആയോ? അത് സക്സസ് ആയോ? ജിയോ സിനിമ ആപ്പ് ആയിട്ടില്ല. ജിയോ സിനിമ ആപ്പ് എത്ര രൂപ ചെലവാക്കിയത് ഞാൻ പറഞ്ഞത്? 23,758 കോടി രൂപ ചെലവാക്കിയെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഓർക്കുന്നുണ്ടോടാ? യെസ്. അത്രയും രൂപ ചെലവാക്കിയിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയോ? ഇല്ല. അത് ഓവറോൾ ലോങ് ടേമിലാണ് അവർക്ക് റിസൾട്ട് കിട്ടുക. ഇന്നിപ്പോ ജിയോ സിനിമ സക്സസ്ഫുൾ ആണോ? അല്ല. പക്ഷെ ലോങ് ടേമിൽ അവര് സക്സസ് ആവും. അതിനുവേണ്ടി ഇന്ന് അവർ എത്ര രൂപ ചെലവാക്കിയത്? 23,758 crores. It adds a lot of expense to the organization. ഇത്രയും പൈസ ഇല്ലാത്ത ഓർഗനൈസേഷന് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ സ്മോൾ ആൻഡ് മീഡിയം ഓർഗനൈസേഷൻ ടു ക്രിയേറ്റ് സ്ട്രാറ്റജി. ചെറിയ കമ്പനീസിനൊന്നും സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ പറ്റത്തില്ല. ബിക്കോസ് ദേ ആർ റിയലി കോസ്റ്റ്ലി വിത്ത് ഓർഗനൈസേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സ്. കാശില്ലാത്ത ഓർഗനൈസേഷൻസിനൊന്നും ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ എക്സ്പേർട്ട് ആയിട്ടുള്ള സ്ട്രാറ്റജിക് പ്ലാനേഴ്സിനെ എൻഗേജ് ചെയ്യണം. അവരൊക്കെ നല്ല ശമ്പളം കൊടുത്തിട്ട് അവരെ ഹയർ ചെയ്യണം. ആൻഡ് ഇറ്റ്സ് എ കോസ്റ്റ്ലി പ്രോസസ്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കണം. ഇറ്റ്സ് എ കോസ്റ്റ്ലി. നമ്മൾ ഓൾറെഡി ഹെഡിങ് ആദ്യം സെറ്റാക്കി, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട്. ഇപ്പൊ നമ്മൾ അതിന്റെ അകത്തുള്ള കണ്ടന്റ് സെറ്റാക്കാണ്. സ്ട്രാറ്റജി മാനേജ്മെന്റ് കോസ്റ്റ്ലി പ്രോസസ്. എന്താ പറഞ്ഞത്? ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് എക്സ്പെൻസ് ടു ദ ഓർഗനൈസേഷൻ. അതിന് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്താ? ജിയോ സിനിമ എത്ര രൂപ ചെലവാക്കിയത്? ഞാൻ പറഞ്ഞത് 23,758 crore rupees ആണ് ചെലവാക്കിയിട്ടുള്ളത്. ശരിയല്ലടാ? ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എക്സാമ്പിൾ. ഓർക്കുന്നുണ്ടോ? യെസ്. So they can be really costly for the organization. Small and medium organization can not even think about strategic management. ചെറിയ ഓർഗനൈസേഷൻ ഇത്രയും പൈസയൊക്കെ ചെലവാക്കാൻ പറ്റുമോ? 23,758 കോടി രൂപയൊക്കെ പറ്റത്തില്ല അല്ലെ? യെസ്. സോ നമ്മളിപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? ഇറ്റ്സ് ഹൈലി കോംപ്ലക്സ് ആൻഡ് ടർബുലന്റ്, ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. ഇപ്പോഴെന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് കോസ്റ്റ്ലി പ്രോസസ്. നെക്സ്റ്റ് പോയിന്റ്, ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ് കോമ്പറ്റീറ്റീവ് റെസ്പോൺസ്. എടാ, ഞാനൊരു സ്ട്രാറ്റജി ഒരുപാട് ചിന്തിച്ച് ഒരുപാട് ടൈം എടുത്ത് ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്താൽ എന്നെ പോലെ തന്നെ എന്റെ കോമ്പറ്റീറ്റർ, എന്റെ എതിരാളിയും ഇതുപോലെ തന്നെ സ്ട്രാറ്റജി ചിന്തിക്കുന്നുണ്ടാവില്ലേ? അവർ വെറുതെ ഇരിക്കുന്നുണ്ടോ ഇവിടെ? ഇല്ല. ഹീസ് ഓൾസോ പ്ലാനിങ്. ഞാൻ എങ്ങനെയാണോ നമ്പർ 1 ആകണമെന്ന് പ്ലാൻ ചെയ്തത്, അതേപോലെ തന്നെ എന്റെ കോമ്പറ്റീറ്റേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? നമ്പർ 1 ആകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ് ദ കോമ്പറ്റീറ്റീവ് റെസ്പോൺസ്. ഒരു ഉദാഹരണം പറയാം. ജിയോ മാർക്കറ്റിൽ വരുന്ന സമയത്ത് ജിയോ വിചാരിച്ചോ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാ കസ്റ്റമേഴ്സും നമ്മളടുത്ത് ഓടി വരും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ജിയോ ഫ്രീ ആയിട്ട് കൊടുത്ത സമയത്ത് തന്നെ എയർടെൽ, വോഡാഫോൺ, ഐഡിയ അവര് വെറുതെ ഇരുന്നോ? ഇല്ല, അവരും ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോ ജിയോയിലേക്ക് വരുന്ന കുട്ടികളല്ല, കൺസ്യൂമറുടെ ഒഴുക്ക് അവിടെ എന്തായി? കൺട്രോളബിൾ ആയി. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോടാ? എടാ, ജിയോ സിം എങ്ങനെയാണ് മാർക്കറ്റിൽ വന്നത്? ഫ്രീ ആയിട്ട് കൊടുത്തിട്ടാണ്. ജിയോ സിം മാർക്കറ്റിൽ വരുമ്പോൾ അവരെന്താ വിചാരിച്ചത്? ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്താൽ കസ്റ്റമേഴ്സ് ഒക്കെ എന്റെ അടുത്ത് ഓടി വരും എന്നാ വിചാരിച്ചത്. പക്ഷെ അവരുടെ കോമ്പറ്റീറ്റേഴ്സ്, ജിയോയുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള എയർടെൽ, വോഡാഫോൺ, ഐഡിയ അവരെന്താ ചെയ്തത്? അവരും ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോഴേക്കും കസ്റ്റമേഴ്സ് വരുന്നത് കുറച്ച് നിന്നു, അതിന്റെ പേസ് നിന്നു. So it is very difficult to predict the competitive response. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ സ്ട്രാറ്റജിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു വെടിക്കെട്ട് നല്ല കിടിലും സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് വെറുതെ ഇരിക്കോ? ഇല്ല, അവരും അതിനേക്കാളും നല്ല സ്ട്രാറ്റജി ആയിട്ട് അവർ വരും. സോ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു പ്രെഡിക്ട് ദ കോമ്പറ്റീറ്റേഴ്സ് റെസ്പോൺസ്. സോ വി ആർ ഡൺ വിത്ത് ടുഡേസ് ഫസ്റ്റ് ടോപ്പിക്. നമ്മൾ ഇന്നത്തെ ദിവസം പഠിച്ചെന്തായിരുന്നു? നമ്മൾ ഇന്നത്തെ ദിവസം പഠിച്ചത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. അതിന്റെ 4 ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഡെഫിനിഷൻ, സെക്കൻഡ് വൺ ഒബ്ജക്റ്റീവ്, തേർഡ് വൺ ഇമ്പോർട്ടൻസ്, ഫോർത്ത് വൺ ലിമിറ്റേഷൻസ്. ഓക്കെ ആണോ? ഫസ്റ്റ് വൺ ഡെഫിനിഷൻ. എന്താ പഠിച്ചത് നമ്മള്? 7 സ്റ്റെപ്സ്. എന്തൊക്കെയാണ് 7 സ്റ്റെപ്സ്? വിഷൻ, മിഷൻ, goals and objectives, strategic formulation, strategic implementation, strategic evaluation, and necessary changes. So it is a managerial process of developing vision, mission, setting the objectives, formulating the strategy, implementing the strategy, evaluating the strategy, and making necessary corrective adjustment. ഇവിടെ എന്താ പറഞ്ഞുള്ളത്? CACS. എന്താ CACS?
കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ഔട്ട് പെർഫോം ദ കോമ്പറ്റീറ്റർ. ഔട്ട് പെർഫോം ചെയ്താൽ എന്താ ഗുണം? യു ക്യാൻ ഗെയിൻ ഡോമിനൻസ് ഓവർ ദ മാർക്കറ്റ്. ഓക്കെ ആണോടാ? മനസ്സിലാവുന്നുണ്ടോടാ? സെറ്റ് അല്ലടാ? സെറ്റ് അല്ലടാ? സെറ്റ് ആണ് സർ. നെക്സ്റ്റ് കോമ്പറ്റീറ്റീവ് ഇതെന്താണ് ഇവിടെ എന്താ പറഞ്ഞത്? ടു ഗൈഡ് ദ കമ്പനി, ടു ഗൈഡ് ദ കമ്പനി എന്താണ്? കോമ്പീറ്റ് സക്സസ്ഫുള്ളി throughout the changes in the environment, throughout the changes in the environment. Environment changes in environment. Environment എന്ത് ചേഞ്ച് വന്നാലും അത് പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സഹായിക്കും. പിന്നെ ഇമ്പോർട്ടൻസ് പഠിച്ചു. എന്തൊക്കെയാ പഠിച്ചു? ഇമ്പോർട്ടൻസ് എന്തൊക്കെയാ പഠിച്ചത്? ഒന്ന് ഫ്രെയിംവർക്ക് ഫോർ ഡിസിഷൻ മേക്കിംഗ്, രണ്ട് എന്തായിരുന്നു? കോർ കോമ്പിറ്റൻസ് കോർ കോമ്പിറ്റൻസി ആൻഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, ലോഞ്ചിവിറ്റി, ഓർക്കുന്നുണ്ടോ? ലോഞ്ചിവിറ്റി, corporate defense mechanism, in the helps to identify opportunity, proactive rather than reactive. ഓർക്കുന്നുണ്ടോ? ഓക്കെ ആണോ? യെസ്. പിന്നെ helps in gives direction to move ahead, gives direction to move ahead. And last one, limitation. Limitations നാലെണ്ണം. എന്തൊക്കെയാണ്? കോസ്റ്റ്ലി, ടൈം കൺസ്യൂമിങ്, difficult to predict. ലാസ്റ്റ് വൺ ഏതാണ്? കോംപ്ലക്സ് ആൻഡ് ടർബുലന്റ്. ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ SM. നമ്മുടെ SM ടോപ്പിക്സ് ഇപ്പൊ പഠിച്ചു. SM എന്നുള്ള ടോപ്പിക് പഠിച്ചു. ഇനി പഠിക്കാനുള്ള ലെവൽസ് ആണ്. ഈ ഒരു ടോപ്പിക് ഓക്കെ ആണോ അല്ലയോ? ടെൽ മീ, കമന്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. കമന്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. പെട്ടെന്ന് ഈ ഒരു ടോപ്പിക് പെട്ടെന്ന് മക്കളെ. യെസ് സർ, സെറ്റാണ് സർ, സെറ്റാണ് സർ. യാസിൻ, പ്രവീൺ, കീർത്തി, ഗൗതം, അഭിനന്ദ്. യെസ് യെസ്. ഓക്കെ ഓക്കെ. എടാ ഇനി ഈ ഒരു ടോപ്പിക്കിനകത്ത് എന്തെങ്കിലും ഡൗട്ട് വന്നിരിക്കും, ഏതെങ്കിലും പോയിന്റ് മനസ്സിലായില്ല, അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞപാട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്താലും മതി. ഓക്കെ ആണോടാ? സെറ്റ് അല്ലേ? സെറ്റാണ് സർ, സെറ്റാണ് സർ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലെവൽസ്. ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ഡേ 1 ടാർഗറ്റ് എന്തായിരുന്നു? ഡേ 1 ടാർഗറ്റ്, ഡേ 1 നമ്മൾ പഠിച്ചത് 2 ടോപ്പിക്കാണ്, സ്ട്രാറ്റജിയും മാനേജ്മെന്റും. ഡേ 2 നമ്മുടെ ടാർഗറ്റ് എന്തായിരുന്നു? സ്ട്രാറ്റജിക് മാനേജ്മെന്റും ലെവൽസും. ഡേ 3 എന്താണ്? സ്ട്രാറ്റജിക് ഇന്റന്റ്. അതോടുകൂടി ചാപ്റ്റർ 1 ഡൺ, ഖലാസ്. ഓക്കെ ആണോ? അല്ലെ? ഡേ 1 നമ്മുടെ കഴിഞ്ഞു. ഡേ 2 ഇപ്പം SM കഴിഞ്ഞു. ഇനിയിപ്പോ പഠിക്കാനുള്ളത് ലെവൽസ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. യെസ് സർ. എടാ നമ്മള് പണ്ട് മുതലേ പഠിച്ച ഒരു ലെവൽസ് ഉണ്ട് അല്ലെ? എന്താണ് പണ്ട് മുതലേ പഠിച്ച ലെവൽസ്? നമ്മൾ പഠിച്ച ലെവൽസ് എന്താണ്? ഒന്ന് ടോപ്പ് ലെവൽ, ഒന്ന് മിഡിൽ ലെവൽ, മറ്റേത് ലോവർ ലെവൽ. ഇതെല്ലാം പണ്ട് പഠിച്ചത്. ഇത് എപ്പോഴാണ് നിങ്ങൾ പഠിച്ചത്? സ്കൂളിൽ പഠിക്കും. ഇപ്പൊ നിങ്ങൾ സ്കൂളിലാണോ പഠിക്കുന്നത്? അല്ല ഇപ്പൊ നിങ്ങൾ പ്രൊഫഷണൽ പീപ്പിളാ. ഇനിയിപ്പോ നമ്മൾ ടോപ്പ് ലെവൽ എന്ന് പറയില്ല, പകരം നമ്മൾ എന്ത് വിളിക്കും? കോർപ്പറേറ്റ് ലെവൽ. മിഡിൽ ലെവൽ എന്ന് വിളിക്കില്ല, പകരം എന്ത് വിളിക്കും? ബിസിനസ് ലെവൽ. ലോവർ ലെവൽ എന്ന് വിളിക്കില്ല, പകരം എന്ത് വിളിക്കും? ഫങ്ഷണൽ ലെവൽ. ഓക്കെ ആണോ? കോർപ്പറേറ്റ് ലെവൽ, ബിസിനസ് ലെവൽ, ഫങ്ഷണൽ ലെവൽ. ഈ കോർപ്പറേറ്റ് ലെവൽ ഇസ് ഓൾസോ നോൺ ആസ് സ്ട്രാറ്റജിക് ലെവൽ. Business level is also known as divisional level. Functional level is also known as operational level. ഇത് ഓർത്തു വെക്കണേ. കോർപ്പറേറ്റ് ലെവൽ ഇസ് ഓൾസോ നോൺ ആസ് സ്ട്രാറ്റജിക് ലെവൽ. അപ്പൊ 3 ലെവൽ ഓഫ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഏതൊക്കെയാണ്? കോർപ്പറേറ്റ് ലെവൽ, ബിസിനസ് ലെവൽ, ഫങ്ഷണൽ ലെവൽ. കോർപ്പറേറ്റ് ലെവൽ, ബിസിനസ് ലെവൽ, ഫങ്ഷണൽ ലെവൽ. 3 ലെവൽസ് ഓഫ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഏതൊക്കെയാ മക്കളെ? 3 ലെവൽസ് ഓഫ് സ്ട്രാറ്റജീസ്. Corporate level, business level and functional level. 3 ലെവൽസ്. ഓക്കെ ആണോ? ഈ 3 ലെവൽസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഓക്കെ ആണോടാ? സെറ്റ് അല്ലേ? യെസ്. ഈ 3 ടോപ്പിക്സ് ആണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്ന് കോർപ്പറേറ്റ് ലെവല്, ഒന്ന് ബിസിനസ് ലെവല്, ഒന്ന് ഫങ്ഷണൽ ലെവല്. ഒന്ന് കോർപ്പറേറ്റ് ലെവല്, ഒന്ന് ബിസിനസ് ലെവല്, ഒന്ന് ഫങ്ഷണൽ ലെവല്. ഓക്കെ ആണോ? യെസ്. ഇത് പറയുന്ന മുന്നേ നമുക്ക് ജസ്റ്റ് അംബാനിയെ കുറിച്ച് സംസാരിക്കാം. അംബാനിയുടെ ബിസിനസ് ഏതാ? റിലയൻസ് ഗ്രൂപ്പ്. റിലയൻസ് ഗ്രൂപ്പിന്റെ ഏതെങ്കിലും
നമുക്ക് തൽക്കാലം ഇത് 2 ബിസിനസ് എടുക്കാം. ഏതെങ്കിലും 2 ബിസിനസ് എടുക്കാം. റിലയൻസ് ഏത് 2 ബിസിനസ് പറയാം? ഒന്ന് ജിയോ, ഒന്ന് പെട്രോൾ. നമുക്ക് 2 ബിസിനസ് തൽക്കാലം. ഓക്കെ ആണോ? യെസ്. ജിയോന്റെ ഉള്ളിൽ എന്തുണ്ടാവും? ജിയോന്റെ ഉള്ളിൽ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഒരുപാട് ഇനിയും ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അക്കൗണ്ട്സ്, HR, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്. അതേപോലെ തന്നെ ഇവിടെയും എന്തുണ്ടാവും? ഇവിടെയും ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഇവിടെയും ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഇവിടെ ഒരു HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഇവിടെയും ഉണ്ടാവും ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, ഇവിടെയും ഉണ്ടാവും ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ ആവടാ? ഓക്കെ ആവടാ? യെസ്. റിലയൻസിന്റെ ഏറ്റവും തലപ്പത്ത്, ഏറ്റവും കോർപ്പറേറ്റ് ലെവലിൽ ഉള്ള ആൾക്കാർ ആയിരിക്കും? ആരൊക്കെയായിരിക്കും ഏറ്റവും കോർപ്പറേറ്റ് ലെവലിലുള്ള ആൾക്കാർ? അംബാനി, ആ കമ്പനിയുടെ CEOs, ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവിടെ കോർപ്പറേറ്റ് സ്റ്റാഫ്സ്, ഇവരൊക്കെ ആയിരിക്കും എന്തുണ്ടാവുക? ഏറ്റവും ടോപ്പ് ലെവൽ ഉണ്ടാകുന്ന ആൾക്കാർ. ഓക്കെ ആവടാ? യെസ്. തൽക്കാലം അംബാനി ഈ ജിയോയുടെ ബിസിനസ് നോക്കാൻ വേണ്ടിയിട്ട്, അംബാനി ഈ ജിയോയുടെ ബിസിനസ് മൊത്തം നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ ഗൗതമിനെ എടുക്കാം. അംബാനി ആരെയാണ് ഏൽപ്പിച്ചത്? ഗൗതമിനാണ് ഏൽപ്പിച്ചത്. അംബാനി ഈ ജിയോയുടെ ബിസിനസ് നോക്കാൻ വേണ്ടി ആരെയാണ് ഏൽപ്പിച്ചത്? ഗൗതം എന്ന വ്യക്തിയാണ് ഏൽപ്പിച്ചത്. പെട്രോളിന്റെ ബിസിനസ് മൊത്തം നോക്കാൻ വേണ്ടി ആരാണ് ഏൽപ്പിച്ചിട്ടുള്ളത്? പെട്രോളിന്റെ ബിസിനസ് മൊത്തം നോക്കാൻ വേണ്ടി ആരാണ് ഏൽപ്പിച്ചിട്ടുള്ളത്? ലാലു എന്ന വ്യക്തിയെ ഏൽപ്പിച്ചു വിചാരിക്കുക. ലാലു. ഓക്കെ. സോ റിലയൻസിലെ അംബാനി ജിയോയുടെ മൊത്തം കാര്യം നോക്കാൻ ആരാണ് ഏൽപ്പിച്ചത്? ഗൗതമിനെ. പെട്രോളിന്റെ മൊത്തം കാര്യം നോക്കാൻ ആരാണ് ഏൽപ്പിച്ചത്? ലാലുവിനെ. ഇനിയും നമുക്ക് വേണം 2 പേര്. ഇനി നമുക്ക് 2 പേര് വേണം. സോ നമുക്ക് തൽക്കാലം ഈ ജിയോയുടെ സെയിൽസ് മാനേജർ ആണ് ഐശ്വര്യ. ഓക്കെ. ഈ പെട്രോളിന്റെ അക്കൗണ്ട്സ് മാനേജർ ആണ് അഭിനന്ദ്. പെട്രോളിന്റെ അക്കൗണ്ട്സ് മാനേജർ ആണ് അഭിനന്ദ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇവിടെ ഇവരെ വിളിക്കുന്ന പേരാണ്, ശ്രദ്ധിക്കണേ, ഇവരെ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് ലെവൽ. അപ്പൊ കോർപ്പറേറ്റ് ലെവൽ ആരൊക്കെയാണുള്ളത്? അംബാനി, CEO, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരൊക്കെയാണ്. ഈ ബിസിനസ് ലെവൽ ആരൊക്കെയാണുള്ളത്? ലാലു ആൻഡ് ഗൗതം. ബിസിനസ് ലെവൽ. ഓക്കെ. ഈ ഏറ്റവും അവസാനത്തെ ലെവൽ അതാണ് ഫങ്ഷണൽ ലെവൽ. ഇതാണ് ഫങ്ഷണൽ ലെവൽ. ഓക്കെ ആണോ? യെസ്. ഇതൊന്ന് പെട്ടെന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കോ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കോ ചെയ്യും. ഓക്കെ ആണോ? യെസ്. ഫൈൻ ആണോ? യെസ്. ഇനി നമുക്ക് ഓരോ ലെവൽസ് നമുക്ക് നോക്കാം. ഓക്കെ. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് കോർപ്പറേറ്റ് ലെവൽ മാനേജ്മെന്റ്. എന്താണ് കോർപ്പറേറ്റ് ലെവൽ മാനേജ്മെന്റ്? കോർപ്പറേറ്റ് ലെവൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? CEO ഉണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, അവിടുത്തെ കോർപ്പറേറ്റ് സ്റ്റാഫ് ഉണ്ട്, അവിടുത്തെ അതർ സീനിയർ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, അല്ലെ? അവിടെ കോർപ്പറേറ്റ് ലെവൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? നമ്മുടെ കോർപ്പറേറ്റ് ലെവൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? ഓക്കെ. ആരൊക്കെ ഉണ്ടായിരുന്നത്? CEO ഉണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, കോർപ്പറേറ്റ് സ്റ്റാഫ് ഉണ്ട്, അവിടുത്തെ സീനിയർ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. ഇവരൊക്കെയാണ് എവിടെയുള്ളത്? കോർപ്പറേറ്റ് ലെവലുള്ളത്. ഓക്കെ ആണോ? ഇവരുടെ റോൾ എന്താണ്? ഈ കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സിന്റെ റോൾ എന്താണ്? ഓക്കെ. ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിക്കണേ. എന്റെ ആക്ഷൻസ് നോക്കണം. നമ്മുടെ ആക്ഷൻ സ്പീക്സ് ബെറ്റർ ദാൻ വേർഡ്സ് ആണ് എന്തോ പറയുന്നുണ്ട്. സോ എന്റെ ആക്ഷൻസ് നോക്കണം. ഓക്കെ. ആക്ഷൻസിലൂടെ നമുക്ക് ഈ മൊത്തം ടോപ്പിക്സും കവർ ചെയ്യാൻ പറ്റും. ഓക്കെ. ആദ്യം ഞാൻ കോൺസെപ്റ്റ് പറയും, അതേപോലെ തന്നെ ആക്ഷൻസും നോക്കണം. ഓക്കെ. സി ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആളുകളാണ് എൻറ്റയർ ഓർഗനൈസേഷൻ. ശ്രദ്ധിക്കണേ, ഏറ്റവും ടോപ്പ് ലെവൽ ആൾക്കാണ് എൻറ്റയർ ഓർഗനൈസേഷന്റെ വിഷൻ, മിഷൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ അംബാനി, അവിടുത്തെ CEO, അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എൻറ്റയർ ബിസിനസിന്റെ വിഷൻ, മിഷൻ, ഗോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. റിലയൻസിന്റെ എൻറ്റയർ ഗ്രൂപ്പിന്റെ വിഷൻ, മിഷൻ ഇതൊക്കെ സെറ്റ് ചെയ്യേണ്ടത് ആരാണ്? അംബാനിയാണ്. സോ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഡിഫൈനിങ് ദ വിഷൻ, മിഷൻ, ഗോൾ ഫോർ ദ എൻറ്റയർ ഓർഗനൈസേഷൻ. ആക്ഷൻ നോക്ക്. ഡിഫൈൻ ദ വിഷൻ, മിഷൻ, ഗോൾ ഫോർ ദ എൻറ്റയർ ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷന്റെയും വിഷൻ, മിഷൻ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് ആരാണ്? കോർപ്പറേറ്റ് ലെവൽ പീപ്പിൾ ആണ്. ഓക്കെ ആണോ? യെസ്. അടുത്ത പോയിന്റ് നോക്കി, ഇവിടുത്തെ ഈ പോയിന്റ് നോക്കി. പ്രൊവൈഡിങ് ലീഡർഷിപ്പ് ഫോർ ദ എൻറ്റയർ ഓർഗനൈസേഷനും നേതൃത്വം കൊടുക്കേണ്ടത് ആരാണ്? കോർപ്പറേറ്റ് ലെവൽ പീപ്പിൾ ആണ്. അതിപ്പോ ജിയോ ആയാലും ശരി, പെട്രോൾ ആയാലും ശരി, ട്രെൻഡ് ആയാലും ശരി, റിലയൻസിന്റെ ഫ്രഷ് ആയാലും ശരി, സ്മാർട്ട് ആയാലും ശരി, എല്ലാ ബിസിനസിനും നേതൃത്വം കൊടുക്കേണ്ടത് ആരാണ്? ടോപ്പ് ലെവൽ പീപ്പിൾ ആണ്. ലീഡർഷിപ്പ് കൊടുക്കേണ്ടത് ആരാണ്? കോർപ്പറേറ്റ് ലെവൽ മാനേജ്മെന്റ് ആണ്. മനസ്സിലായോ? ഫസ്റ്റ് 2 പോയിന്റ് മാത്രം നോക്കി. എൻറ്റയർ ഓർഗനൈസേഷന് വിഷൻ, മിഷൻ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് കോർപ്പറേറ്റ് ലെവൽ പീപ്പിൾ ആണ്.
എൻറ്റയർ ഓർഗനൈസേഷണൽ ലീഡർഷിപ്പ് കൊടുക്കുന്നത് കോർപ്പറേറ്റ് ലെവൽ പീപ്പിൾ ആണ്. മനസ്സിലാവുന്ന ഫസ്റ്റ് 2 പോയിന്റ് ഓക്കെ ആണോ? ഫസ്റ്റ് 2 പോയിന്റ് ഓക്കെ ആണോ? യെസ്. സോ കോർപ്പറേറ്റ് ലെവൽ ആൾക്കാരാണ് എൻറ്റയർ മിഷൻ ഗോൾ ഓഫ് ദ ഓർഗനൈസേഷൻ സെറ്റ് ചെയ്യുന്നത്. എൻറ്റയർ നേതൃത്വം കൊടുക്കുന്നത് കോർപ്പറേറ്റ് ലെവൽ പീപ്പിൾ. ഫസ്റ്റ് 2 പോയിന്റ്. ഓക്കെ, ഇവര് തീരുമാനിക്കും ഏത് ബിസിനസ് തുടങ്ങണം, ഏത് ബിസിനസ് നിർത്തണം. എടാ 2016 ജിയോ തുടങ്ങണം എന്ന് വിചാരിച്ചത് ആരാണ്? അംബാനിയാണ്. അംബാനി എവിടെയുള്ളത്? കോർപ്പറേറ്റ് ലെവലുള്ളത്. സോ കോർപ്പറേറ്റ് ലെവൽ പീപ്പിൾ വിൽ ഡിസൈഡ് എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഏത് ബിസിനസ് നിർത്തണം. ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? ബിസിനസ് ലെവലുള്ള മാനേജേഴ്സ് ആണോ? അതായത് എന്റെ ചോദ്യം ഇതാണ്, ഗൗതം വിചാരിച്ചാൽ ജിയോ എന്ന് പറഞ്ഞ ബിസിനസ് നിർത്താൻ പറ്റും? ഗൗതമാണ് ജിയോയുടെ മാനേജറാണ്. ജിയോയുടെ ബിസിനസ്സിൽ ജിയോയുടെ മൊത്തം കാര്യങ്ങൾ നോക്കാൻ അംബാനി ഏൽപ്പിച്ചതാണ് ഗൗതമിനെ. ഗൗതമിന് പവർ ഉണ്ടോ ജിയോ എന്നുള്ള ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട്? പറ. ഗൗതമിന് പവർ ഉണ്ടോ ജിയോ എന്ന ബിസിനസ് സ്റ്റോപ്പ് ചെയ്യണം, നിർത്തണം, ഇനി ഈ ബിസിനസ് വേണ്ട എന്ന് പറയാനുള്ള പവർ ഗൗതമിനുണ്ടോ? കമന്റ് ചാറ്റ് ബോക്സ്. ഉണ്ടോ? ബിസിനസ് ലെവൽ മാനേജേഴ്സ് ഉണ്ടോ? ഇല്ല. ആ ഡിസിഷൻ ആർക്കേ എടുക്കാൻ പറ്റൂ? ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഡിസിഷൻ എടുക്കാൻ പറ്റൂ. സോ എന്ത് ബിസിനസ് തുടങ്ങണം, എന്ത് ബിസിനസ് നിർത്തണം, ഇതൊക്കെ ആരെ ഡിസൈഡ് ചെയ്യാം? ഏറ്റവും ടോപ്പ് ലെവൽ. ഓരോ ബിസിനസിന് വേണ്ട പൈസയൊക്കെ ആരും കൊടുക്കേണ്ടത്? ഏറ്റവും ടോപ്പ് ലെവൽ പീപ്പിൾ. ഗൗതമാണോ ജിയോനുള്ള ബിസിനസിന് വേണ്ട പൈസ ഏർപ്പാടാക്കേണ്ട ചുമതലയുള്ളത്? എടാ ഗൗതമിന്റെ ഡ്യൂട്ടി എന്താണ്? ആ ബിസിനസ് നോക്കി നടത്താന്നുള്ളതാണ്. അപ്പൊ ആ ബിസിനസിന് വേണ്ട പൈസ ഒക്കെ കൊടുക്കേണ്ടത് ആരാണ്? ആ ബിസിനസ് ചെയ്യാൻ പൈസ കൊടുക്കേണ്ടത് ആരാണ്? ഏറ്റവും ടോപ്പിലുള്ള അംബാനിയാണ്. സോ അംബാനി വിൽ ഡിറ്റർമൈൻ വാട്ട് ബിസിനസ് ദേ ഹാവ് ടു ഡു. അംബാനി വിൽ അലോക്കേറ്റ് റിസോഴ്സസ് ഫോർ ഈച്ച് ബിസിനസ്. അംബാനി വിൽ ഫോർമുലേറ്റ് ആൻഡ് ഇംപ്ലിമെന്റ് സ്ട്രാറ്റജി ഫോർ ഈച്ച് ആൻഡ് എവറി ബിസിനസ്. ശ്രദ്ധിക്കണേ. ഫസ്റ്റ് 2 പോയിന്റ് എന്താ പറഞ്ഞത്? ഡിഫൈനിങ് ദ വിഷൻ ഫോർ ദ എൻറ്റയർ ഓർഗനൈസേഷൻ, പ്രൊവൈഡിങ് ദ ലീഡർഷിപ്പ് ഫോർ ദ എൻറ്റയർ ഓർഗനൈസേഷൻ. ഇവിടെ നോക്ക്. സി ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാരാണ് ഡിഫൈൻ ദ വിഷൻ ഫോർ ദ എൻറ്റയർ ഓർഗനൈസേഷൻ, പ്രൊവൈഡിങ് ദ ലീഡർഷിപ്പ് ഫോർ ദ എൻറ്റയർ ഓർഗനൈസേഷൻ. നൗ ദേ വിൽ ഡിസൈഡ് വാട്ട് ബിസിനസ് ദേ ഹാവ് ടു ഡു. എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആരെ തീരുമാനിക്കുക? അംബാനി തീരുമാനിക്കും. വാട്ട് ബിസിനസ് വി ഹാവ് ടു ഡു. ആ ബിസിനസിന് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യേണ്ടത് ആരാണ്? അംബാനിയാണ്. അലോക്കേറ്റിംഗ് റിസോഴ്സസ് ഫോർ ഈച്ച് ബിസിനസ്. ഓരോ ബിസിനസിനും സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യേണ്ടതും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും ആരാണ്? അംബാനിയുമാണ്. അംബാനി ജിയോക്കും ഫോർമുലേറ്റ് ചെയ്യണം, പെട്രോളിനും ഫോർമുലേറ്റ് ചെയ്യണം, സ്മാർട്ടിനും ഫോർമുലേറ്റ് ചെയ്യണം, ട്രെൻഡ്സിനും ഫോർമുലേറ്റ്. റിലയൻസിന്റെ അണ്ടറിൽ എത്ര ബിസിനസ് ഉണ്ടോ അത്രയും ബിസിനസിന് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത് ആരാണ്? ടോപ്പ് ലെവൽ പീപ്പിൾ ആണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? 5 പോയിന്റ് നമ്മളിവിടെ പറഞ്ഞു. ഫസ്റ്റ് 2 പോയിന്റ് ഇതായിരുന്നു. ഓർക്കുന്നുണ്ടോ? എന്റെ ആക്ഷൻ നോക്കി. ഡിഫൈൻ ദ വിഷൻ ഫോർ ദ എൻറ്റയർ, പ്രൊവൈഡ് ദ ലീഡർഷിപ്പ് ഫോർ ദ എൻറ്റയർ ഓർഗനൈസേഷൻ. അടുത്ത 3 പോയിന്റ് എന്താണ്? ഡിറ്റർമൈനിങ് വാട്ട് ബിസിനസ് വി ആർ സപ്പോസ് ടു ഡു, അലോക്കേറ്റിംഗ് ദ റിസോഴ്സ് ഫോർ ഈച്ച് ബിസിനസ്, പ്രൊവൈഡ് എന്താണ്, പിന്നെ ഫോർമുലേറ്റിംഗ് ദ സ്ട്രാറ്റജീസ് ഫോർ ഈച്ച് ബിസിനസ്. മനസ്സിലാവുന്നുണ്ടോടാ? ഓക്കെ ആണോടാ? 5 പോയിന്റ് ഓക്കെ ആണോടാ? യെസ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? 5 പോയിന്റ് ഓക്കെ ആണോ? 5 പോയിന്റ് ഓക്കെ ആണോടാ? യെസ് സർ, നോട്ട് ഇറ്റ് സർ. സോ ആദ്യത്തെ 5 പോയിന്റ് എന്തൊക്കെയാ പറഞ്ഞത്? ഡിഫൈനിങ് ദ വിഷൻ ഫോർ ദ ഓർഗനൈസേഷൻ, അലോക്കേറ്റിംഗ്, പ്രൊവൈഡിംഗ് ദ ലീഡർഷിപ്പ്, പിന്നെ ഡിറ്റർമൈനിങ് വാട്ട് ബിസിനസ്, അലോക്കേറ്റിംഗ് റിസോഴ്സ് ഫോർ ഈച്ച് ബിസിനസ് ആൻഡ് ഫോർമുലേറ്റിംഗ് ദ സ്ട്രാറ്റജി ഫോർ ഈച്ച് ബിസിനസ്. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത 2 പോയിന്റ് ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണേ. എടാ അംബാനി ആരുടെ പൈസ വെച്ചിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്? കമന്റ് ചാറ്റ് ബോക്സ്. അംബാനി ആരുടെ പൈസ വെച്ചിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്? സ്വന്തം പൈസക്കാണോ അതോ ഷെയർ ഹോൾഡേഴ്സിന്റെ പൈസക്കാണോ? ആരുടെ പൈസ വെച്ചിട്ടാണ് അംബാനി ബിസിനസ് ചെയ്തത്? കമന്റ് ചാറ്റ് ബോക്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ പൈസ വെച്ചിട്ടല്ലേ? ഫോർ എക്സാമ്പിൾ, ഞാൻ റിലയൻസിന്റെ ഷെയർ വാങ്ങിയിട്ടുണ്ട്. എന്റെ കയ്യിൽ 1 ലക്ഷം രൂപയുടെ ഷെയർസ് ഉണ്ട്. ഞാൻ അംബാനിനെ വിശ്വസിച്ച് ഞാൻ 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ഐ റിപ്പീറ്റ്, ഞാൻ ആരെ വിശ്വസിച്ചാണ്? അതായത് ഞാൻ സീരിയസ്ലി പറയാണ്, ഞാൻ ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്ന കമ്പനിയുടെ 1 lakh rupees ഷെയർ ഹോൾഡറാണ് സഞ്ജയ്. ഞാൻ 1 lakh rupees ഷെയർ. ഞാൻ അവിടെ ഗൗതമിനെ കണ്ടിട്ടാണോ പൈസ ഇൻവെസ്റ്റ് ചെയ്തത് അതോ അംബാനിനെ കണ്ടിട്ടാണോ പൈസ ഇൻവെസ്റ്റ് ചെയ്തത്? ഞാൻ ജിയോനകത്ത് പൈസ ഇൻവെസ്റ്റ്, ഞാൻ ജിയോയുടെ ഷെയർ ഹോൾഡറാണ്, ഞാൻ വൺ ഓഫ് ദ ഷെയർ ഹോൾഡറാണ്. ഞാൻ അവിടെ ഗൗതമിനെ കണ്ടിട്ടാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്തത്, അംബാനിനെ കണ്ടിട്ടാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്തത്? അംബാനിനെ കണ്ടിട്ടാണ് ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്തത്. യെസ്. സോ അംബാനി നോക്കണേ, ദ കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സ്, they can be viewed as the guardian of shareholders welfare. So അംബാനി നമ്മുടെ പൈസ സംരക്ഷിക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? അംബാനിയുടെയാണ്. സോ ദ കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സ് ആർ സീൻ ആസ് ദ ഗാർഡിയൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽഫെയർ. ഷെയർ ഹോൾഡേഴ്സിന്റെ പൈസ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ചുമതല ആർക്കാണ്? അംബാനിക്കാണുള്ളത്. സോ കോർപ്പറേറ്റ് ലെവൽ മാനേജർ ക്യാൻ ബി വ്യൂഡ് ആസ് ദ ഗാർഡിയൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽഫെയർ. ഓക്കെ ആണോടാ? ഓക്കെ. അംബാനി ശ്രദ്ധിക്കണ്ട, നോക്കണ്ട.
ഷെയർ ഹോൾഡേഴ്സ് ആർക്കാണ് പൈസ നൽകിയത്? അംബാനിക്കാണോ ഗൗതമിനാണോ? അംബാനിക്ക് അല്ലെ. അംബാനി എന്ന് പറഞ്ഞാലാണ് കോർപ്പറേറ്റ് ലെവൽ മാനേജറുള്ള ഒരു ടീം, ഒരാളാണ് അല്ലെ. യെസ്. ഈ അംബാനി ആർക്ക് പൈസ കൊടുത്തു? ജിയോ നടത്താൻ വേണ്ടി ഗൗതമിന്റെ കയ്യിൽ പൈസ കൊടുത്തു. ഗൗതമാരാണ് ബിസിനസ് ലെവൽ മാനേജർ. ഗൗതമാരാണ് ബിസിനസ് ലെവൽ മാനേജർ. സോ അംബാനി ആക്സസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ ഷെയർ ഹോൾഡർ ആൻഡ് ബിസിനസ് ലെവൽ മാനേജർ. തെറ്റാവും? ശരിയല്ലേ? കോർപ്പറേറ്റ് ലെവൽ മാനേജർ ആക്സസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ബിസിനസ് ലെവൽ മാനേജേഴ്സ് എന്ന് പറഞ്ഞ ശരിയല്ലടാ? ശരിയല്ലേ? അംബാനി ഷെയർ ഹോൾഡേഴ്സ് പൈസ വാങ്ങിയിട്ട് ആർക്കാണ് ആ പൈസ കൊടുക്കുന്നത്? ബിസിനസ് ലെവൽ മാനേജർ പൈസ കൊടുത്തിട്ട് നീ ഇനി ബിസിനസ് ചെയ്തോ എന്ന് പറഞ്ഞു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ജിയോ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട്, ജിയോ എന്ന് പറഞ്ഞ പുതിയ കമ്പനി നടത്താൻ വേണ്ടിയിട്ട് അംബാനി എന്താ ചെയ്തത്? IPO ഇഷ്യൂ ചെയ്തു. IPO വഴി ഫണ്ട് റൈസ് ചെയ്തു, ഷെയർ ഹോൾഡർ ഫണ്ട് റൈസ് ചെയ്തു. എന്നിട്ട് ബിസിനസ് ലെവൽ മാനേജറിന്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ നീ ബിസിനസ് ചെയ്തോ എന്ന് പറഞ്ഞു. സോ അംബാനി, ദ കോർപ്പറേറ്റ് ലെവൽ പീപ്പിൾ ആക്സസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് business level managers. They access a link between the people who oversee the strategy development of a firm, that is business level managers, and those who own it, that is the shareholders. So എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ്സ് നോക്കി? എന്തൊക്കെയാണ് കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സിന്റെ പോയിന്റ്? ഇവിടെ നോക്കി കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സ് 7 പോയിന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് 7 പോയിന്റ്സ് നോക്കി? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഡിഫൈനിങ് വിഷൻ, മിഷൻ, ഗോൾ. Define the vision, mission, goal for the entire organ. പിന്നെ വീണ്ടും അതേപോലത്തെ പോയിന്റ് എന്താണ്? പ്രൊവൈഡിങ് ലീഡർഷിപ്പ് അല്ലെ. പിന്നെ ഡിറ്റർമൈനിങ് വാട്ട് ബിസിനസ്, എന്ത് ബിസിനസ് ചെയ്യണം തീരുമാനിക്കുന്നത്. അവർക്ക് അലോക്കേറ്റിംഗ് റിസോഴ്സസ് അല്ലെ, പിന്നെ ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജി ഫോർ ഈച്ച് ബിസിനസ്. ആക്ട്സ് ആസ് എ ഗാർഡിയൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽഫെയർ. ലാസ്റ്റ് വൺ എന്താണ്? ആക്ട്സ് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ബിസിനസ് ലെവൽ മാനേജേഴ്സ്. ഈ 7 പോയിന്റ്സ് സെറ്റ് ആണല്ലോ? 7 പോയിന്റ്സ് ഒന്ന് ആലോചിച്ച് നോക്കി. 7 പോയിന്റ്സ് എന്തൊക്കെയാ പറയാ? എന്റെ ആക്ഷൻ നോക്കി. ആക്ച്വലി ഞാൻ ഇത് ക്ലാസ്സിലെ ആക്ഷൻ വെച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കാറുള്ളത്. ഓക്കെ, എനിക്കറിയില്ല ഓൺലൈൻ ക്ലാസ്സിൽ എത്രത്തോളം ഈ ആക്ഷൻ വർക്ക്ഔട്ട് ആവുമെന്ന്. എന്നാലും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ശ്രദ്ധിക്കാം. See, define the vision, mission for the entire organization, providing the leadership for the entire organization, determining what business we have to do, allocating resources for each business, formulating strategy for each business. Who am I? ഞാൻ ആരാ? I am the guardian of shareholder. ഞാൻ guardian ആണ് ആരുടെ? ഷെയർ ഹോൾഡർ വെൽഫെയറിന്റെ ഗാർഡിയൻ ആണ് ഞാൻ. അവരുടെ പൈസ സംരക്ഷിക്കുന്ന ചുമതല എനിക്കാണ്. I act as a link between shareholder and the business level manager. Okay ആണോ? 7 points സെറ്റ് ആണോ? കമന്റ് ഇൻ ദി ചാറ്റ് ബോക്സ്. 7 points സെറ്റ് ആണോ എന്ന് പ്ലീസ് കമന്റ് ഇൻ ദി ചാറ്റ് ബോക്സ്. യെസ് സർ. സെറ്റ് ആണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ബിസിനസ് ലെവൽ മാനേജേഴ്സ് ആണ്. എന്താണ്? ബിസിനസ് ലെവൽ മാനേജേഴ്സ്. എന്താണ് അടുത്തത്? ബിസിനസ് ലെവൽ മാനേജേഴ്സ്. ഓക്കെ ആണോ? സോ ഞാൻ ഓൾറെഡി അവിടെ പറഞ്ഞു ബിസിനസ് ലെവൽ മാനേജർ ഓൾസോ നോൺ ആസ് എന്താ പറഞ്ഞത്? ഡിവിഷണൽ ലെവൽ അല്ലെ. സോ ഫസ്റ്റ് പോയിന്റ് എന്താണ്? വി ഓൾസോ കോൾ ദം ആസ് ഹെഡ് ഓഫ് ഡിവിഷൻ. ബിസിനസ് ലെവൽ മാനേജർ ഓൾസോ നോൺ ആസ് ഹെഡ് ഓഫ് ഡിവിഷൻ. ഫസ്റ്റ് പോയിന്റ് സെറ്റ് അല്ലേ? ബിസിനസ് ലെവൽ മാനേജർ ഓൾസോ നോൺ ആസ് ഹെഡ് ഓഫ് ഡിവിഷൻ. ഓക്കെ ആണോടാ? ഫസ്റ്റ് പോയിന്റ് സെറ്റ് ആണ്. ബിസിനസ് ലെവൽ മാനേജർ ഓൾസോ നോൺ ആസ് ഹെഡ് ഓഫ് ഡിവിഷൻസ്. ഓക്കെ, യെസ്. ഇനി എടാ എന്റെ ചോദ്യം ഇതാണ്. ഈ എക്സാമ്പിൾ നോക്കാം. എടാ അംബാനി ജിയോ എന്ന ബിസിനസ് മാത്രമാണോ നോക്കുന്നത്? എല്ലാ ബിസിനസ്സും നോക്കണം. അംബാനി എല്ലാ ബിസിനസിനും വേണ്ടി ആണോ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്തത്? അത് ജിയോക്ക് മാത്രമോ? ഓൾ ഓർ ജിയോ? ടെൽ മീ. ഓൾ അല്ലേ? ശരിയല്ലേ? യെസ്. ഇവിടെ ഗൗതം has to formulate strategy for all the business or only for Jio? Gautam as a business level manager has to formulate strategy for entire business or only for Jio? Tell me. Only for Jio alle. Lalu as a business level manager has to formulate strategy for entire Reliance group or only for petrol and the business? Lalu has to formulate and implement strategy for entire business or only for petrol business? പെട്രോൾ ബിസിനസിന് വേണ്ടി മാത്രമല്ല അവർ ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. യെസ്. സോ ഞാനിവിടെ പറഞ്ഞു ഓക്കെ, ദ ബിസിനസ് ലെവൽ മാനേജേഴ്സ് ആർ കൺസേൺഡ് ഓൺലി ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ബിസിനസ്. നമ്മൾ നേരത്തെ എന്താ പഠിച്ചത്? കോർപ്പറേറ്റ് ലെവൽ എന്താ പഠിച്ചത്? ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ഫോർ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ബിസിനസ് എന്നാ പറഞ്ഞത്. ഓക്കെ,
കോർപ്പറേറ്റ് ലെവലിൽ പറഞ്ഞത് ദേ ഹാവ് ടു ഇംപ്ലിമെന്റ് ആൻഡ് ഫോർമേറ്റ് സ്ട്രാറ്റജി ഫോർ ഈച്ച് ആൻഡ് എവറി ബിസിനസ് എന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത് നമ്മള് ദേ ഹാവ് ടു ഇംപ്ലിമെന്റ് സ്ട്രാറ്റജി ഓൺലി ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ബിസിനസ്. Lalu has to implement and formulate strategy only for petrol. Gautam has to formulate and implement strategy only for Jio. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോടാ? ഇവിടെ ബിസിനസ് ലെവൽ മാനേജർ അവരുടെ ബിസിനസിന്റെ മാനേജറാണ്. അവർ ബിസിനസിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, മറ്റ് ബിസിനസിന്റെ കാര്യം നോക്കണ്ട. പക്ഷെ കോർപ്പറേറ്റ് ലെവൽ പീപ്പിൾ അങ്ങനെയാണോ? അല്ല, അവരെല്ലാ ബിസിനസ്സും നോക്കണം. ഓരോ ബിസിനസിനും വേണ്ട സ്ട്രാറ്റജീസും അവർ ഫോർമുലേറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ ലാലു പെട്രോളിന് വേണ്ടി മാത്രം നോക്കിയാൽ മതി, ഇവിടെ ഗൗതം ജിയോ വേണ്ടി മാത്രം നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് മൈ പോയിന്റ്? യെസ്. സോ ഫസ്റ്റ് രണ്ട് പോയിന്റ് എന്താണ്? ഹെഡ് ഓഫ് ഡിവിഷൻ, ഓൾസോ നോൺ ആസ് ഡിവിഷണൽ ലെവൽ. സെക്കൻഡ് വൺ എന്താണ്? ദേ ഫോർമുലേറ്റ് സ്ട്രാറ്റജി ഓൺലി ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ബിസിനസ്. ആ ഒരു പെർട്ടിക്കുലർ ബിസിനസിന് വേണ്ടി മാത്രം അവർ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്താൽ മതിയാകും. മൂന്നാമത്തെ പോയിന്റ് എടാ ശ്രദ്ധിക്കണേ. 2016 ഞാനാണ് അംബാനി. ഓക്കെ, ഞാൻ ജിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ എന്റെ ബിസിനസ് ലെവൽ മാനേജറായ ഗൗതമിനോട് പറഞ്ഞു, ഗൗതം, ഇന്ന് 2016, എനിക്കിന്ന് മാർക്കറ്റ് ഷെയർ 0 ആണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലുള്ളൂ, എന്റെ മാർക്കറ്റ് ഷെയർ 0% ആണ്. ഇവിടുന്ന് 10 വർഷം 2026 ആകുമ്പോഴേക്കും എനിക്ക് എന്റെ മാർക്കറ്റ് ഷെയർ 50% ആയിരിക്കണം. എങ്ങനെ എന്നൊന്നും എനിക്കറിയില്ല. അത് നിനക്ക് വേണ്ടത് എന്തൊക്കെയാ പറഞ്ഞു എനിക്ക് തരും. നിനക്ക് എത്ര പൈസ വേണം ഞാൻ തരും, നിനക്ക് എത്ര ആളുകളെ വേണം ഞാൻ തരും. അത് എനിക്ക് നീ ചെയ്ത് കാണിച്ചു തരണം. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ശ്രദ്ധിക്കണടാ. 2016 ജിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബിസിനസ് ലെവൽ മാനേജറായി ഗൗതമിനോട് ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഗൗതം, 10 വർഷം കൊണ്ട്, ഗൗതം ഇവിടെ ശ്രദ്ധിക്കും മോനെ, ഗൗതം, 10 വർഷം കൊണ്ട് നീ എന്ത് ചെയ്യണം? 10 വർഷം കൊണ്ട്, ഇന്ന് 2016, 10 വർഷം, അതായത് 2026 ആവുമ്പോഴേക്കും നീ 50% എന്റെ മാർക്കറ്റ് ഷെയർ. എനിക്ക് നമ്പർ 1 ആകണം. ഇന്ന് ഞാൻ നമ്പർ 1 അല്ല, ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാർട്ടറാണ്, ബിഗിനർ ആണ്. എന്റെ മാർക്കറ്റ് ഷെയർ 0 പക്ഷെ 2026 ആവുമ്പോഴും എനിക്ക് 50% ആക്കണം. അത് നിനക്ക് എന്താ വേണ്ടേ പറ, അതൊക്കെ ഞാൻ തരാം. അത് നിനക്ക് എന്താ വേണ്ട പറ. നിനക്ക് എത്ര കാശ് വേണം, ഞാൻ നിനക്ക് തരാം. നിനക്ക് എത്ര റിസോഴ്സസ് വേണം, ഞാൻ നിനക്ക് തരാം. നീ പറയുന്ന റിസോഴ്സസ് ഒക്കെ ഞാൻ നിനക്ക് തരും. എനിക്ക് പക്ഷെ നമ്പർ 1 ആകണം. ഞാനൊരു ജനറൽ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റേ പറഞ്ഞുള്ളൂ. ആ ജനറൽ സ്റ്റേറ്റ്മെന്റ് സ്പെസിഫിക്കലി ഇംപ്ലിമെന്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? ഞാൻ ഗൗതമിനോട് എന്തേ പറഞ്ഞല്ലോ, എനിക്ക് 2026 ആകുമ്പോൾ 50% വേണം. ഈ ജനറൽ സ്റ്റേറ്റ്മെന്റ് സ്പെസിഫിക്കലി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ആരാ? കമന്റ് ചാറ്റ് ബോക്സ്. ആരാണ്? ഗൗതം അല്ലേ? ഞാനൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് മാത്രമേ പറഞ്ഞുള്ളൂ, അത് സ്പെസിഫിക്കലി കൺവേർട്ട് ചെയ്യേണ്ടത് ആരാണ്? ഗൗതം. സോ നെക്സ്റ്റ് പോയിന്റ് എന്താ നോക്കിയേ. The main role of the business level manager is to translate the general statement into a specific part. ഞാനൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എന്ത്? എനിക്ക് 2026 ആകുമ്പോൾ 50% വേണം. ആ ജനറൽ സ്റ്റേറ്റ്മെന്റ് ട്രാൻസ്ലേറ്റ് ടു സ്പെസിഫിക് വൺ. ആരാണ് ചെയ്യുന്നത്? ബിസിനസ് ലെവൽ മാനേജർ ഹാസ് ടു ട്രാൻസ്ലേറ്റ് ദ ജനറൽ സ്റ്റേറ്റ്മെന്റ് ഇൻടു specific one. They have to translate the general statement into specific one. We are done with business level managers. Okay ആണോടാ? Fine ആണോ? So business level management 3 പോയിന്റ് എന്താണ്? Also known as divisional level. They have to formulate strategy only for that particular business. They have to translate the action. Okay, translate the general statement into business one, specific one. They have to translate the general statement into specific one. Are you guys able to understand? Please comment in the chat box. Yes sir. Fine. Okay. Yes. Last level functional level managers. Last level ഏതാണ്? Functional level managers. Functional level managers. Okay, നമ്മുടെ ഫങ്ഷണൽ ലെവൽ മാനേജേഴ്സ് ആരൊക്കെയാണ് നോക്കിയേ. ഐശ്വര്യ ആൻഡ് അഭിനന്ദ്. ആരൊക്കെയാണ് നമ്മുടെ ഫങ്ഷണൽ ലെവൽ മാനേജേഴ്സ്? ഐശ്വര്യ ആൻഡ് അഭിനന്ദ്. എടാ എന്റെ ചോദ്യം, ഐശ്വര്യ എൻറ്റയർ ജിയോ ബിസിനസ് നോക്കണോ അതോ ജിയോയിലെ സെയിൽസ് മാത്രം നോക്കിയാൽ മതിയോ? എന്റെ ചോദ്യം, ഐശ്വര്യ എന്ന് പറഞ്ഞ സെയിൽസ് മാനേജർ എൻറ്റയർ ജിയോ ബിസിനസ് നോക്കണോ അതോ സെയിൽസ് മാത്രം നോക്കിയാൽ മതി? ജിയോയുടെ സെയിൽസ് മാത്രം നോക്കിയാൽ മതിയോ? സെയിൽസ് മാത്രം നോക്കിയാൽ പോലും. കാരണം എൻറ്റയർ ജിയോയുടെ ബിസിനസ് നോക്കാൻ ഞാൻ ആരെ അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ബിസിനസ് ലെവൽ മാനേജേഴ്സ് ആയ ഗൗതമിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അഭിനന്ദ് എൻറ്റയർ പെട്രോൾ ബിസിനസ് നോക്കണോ അതോ പെട്രോൾ ബിസിനസ് അക്കൗണ്ട്സ് മാത്രം നോക്കിയാൽ മതിയോ? അക്കൗണ്ട്സ് മാത്രം നോക്കിയാൽ പോലെ. കാരണം എൻറ്റയർ പെട്രോൾ ബിസിനസ് നോക്കാൻ ഞാൻ അവിടെ ബിസിനസ് ലെവൽ മാനേജറായ ലാലുവിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? സോ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കും? ഫസ്റ്റ് പോയിന്റ് ഞാൻ ഇവിടെ എഴുതാം.
ഓക്കെ, നമ്മളിവിടെ കോർപ്പറേറ്റ് ലെവൽ എഴുതിയില്ല, നമ്മൾ ഇവിടെ ബിസിനസ് ലെവൽ എഴുതി. ആദ്യം ബിസിനസ് ലെവൽ മാനേജർ ആകെ 3 പോയിന്റ് ഉള്ളൂ അല്ലെ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഓൾസോ നോൺ ആസ് ഹെഡ് ഓഫ് ഡിവിഷൻ അല്ലെങ്കിൽ ഡിവിഷണൽ ലെവൽ മാനേജർ. സെക്കൻഡ് വൺ എന്താ പറഞ്ഞത്? ഫോർമുലേറ്റ് സ്ട്രാറ്റജി ഫോർ വൺ പെർട്ടിക്കുലർ ബിസിനസ്. ആ ബിസിനസിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി മാത്രം ഫോർമുലേറ്റ് ചെയ്താൽ മതി. തേർഡ് വൺ എന്താണ്? ട്രാൻസ്ലേറ്റ് ജനറൽ സ്റ്റേറ്റ്മെന്റ് ഇൻടു സ്പെസിഫിക് വൺ. ട്രാൻസ്ലേറ്റ് ജനറൽ സ്റ്റേറ്റ്മെന്റ് സ്പെസിഫിക് വൺ. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്. ഇനിയിപ്പോ നമുക്ക് ഫംഗ്ഷണൽ ലെവൽ മാനേജേഴ്സ് നോക്കിയാട്ടെ. ഫംഗ്ഷണൽ ലെവൽ മാനേജേഴ്സ് എന്താ? ഫംഗ്ഷണൽ ലെവൽ മാനേജേഴ്സ് പറയുന്നത്, ഫസ്റ്റ് ഫംഗ്ഷൻ ലെവൽ മാനേജർ നമ്മുടെ അഭിനന്ദായാലും ഐശ്വര്യയിലും ആ പെർട്ടിക്കുലർ ഫംഗ്ഷൻ മാത്രം നോക്കിയാൽ പോരെ? സെയിൽസ് എന്ന ഫംഗ്ഷൻ മാത്രം നോക്കിയാൽ പോരെ? മറ്റുള്ള ഫംഗ്ഷൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? മറ്റുള്ള ഫംഗ്ഷൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഐശ്വര്യ സെയിൽസ് മാത്രം നോക്കിയാൽ പോരെ? ഐശ്വര്യ ജിയോയുടെ അക്കൗണ്ട് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഐശ്വര്യ ജിയോയുടെ മാർക്കറ്റിംഗ് നോക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. സോ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ വൺ പെർട്ടിക്കുലർ ബിസിനസ് ഫംഗ്ഷൻ. They are responsible only for that particular business function. Our sales എന്ന ഫംഗ്ഷൻ മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് പോയിന്റ്. ഓക്കെ ആണോ? Their responsibilities are confined to one organizational activity. അവർ ഓർഗനൈസേഷനിലെ എല്ലാ ആക്ടിവിറ്റീസും അവർ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. Their responsibilities are confined, constricted to one organizational activity. അവരുടെ റെസ്പോൺസിബിലിറ്റി എൻറ്റയർ ഓർഗനൈസേഷൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. Their responsibilities are confined to one organizational activity. എടാ നോക്കി, രണ്ട് പോയിന്റും സെയിം ആ മീനിങ്. സെയിം മീനിങ് ബട്ട് ഡിഫറെന്റ് വേർഡ്സ് ആ. സെയിം ബട്ട് ഡിഫറെന്റ് അല്ലെ? സെയിം മീനിങ് ആ. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? നീ ഒരു പെർട്ടിക്കുലർ ബിസിനസ് ഫംഗ്ഷൻ മാത്രം നോക്കിയാൽ മതി. സെക്കൻഡ് വൺ എന്താ പറഞ്ഞത്? നിന്റെ റെസ്പോൺസിബിലിറ്റീസ് വൺ ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ് മാത്രം നോക്കിയാൽ മതി. യുവർ റെസ്പോൺസിബിലിറ്റീസ് ആർ കൺഫൈൻഡ് ടു വൺ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റി. എടാ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നമ്മുടെ എക്സാമ്പിൾ തന്നെ നോക്ക്. ഐശ്വര്യ എൻറ്റയർ ജിയോ നോക്കണോ? വേണ്ട. ജിയോയുടെ അക്കൗണ്ട്സ് മാത്രം നോക്കിയാൽ പോരെ? സോ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ വൺ പെർട്ടിക്കുലർ ബിസിനസ് ഫംഗ്ഷൻ. ഏതാ ബിസിനസ് ഫംഗ്ഷൻ? സെയിൽസ്. ഐശ്വര്യ മറ്റുള്ള എല്ലാ ആക്ടിവിറ്റീസും നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഹെർ റെസ്പോൺസിബിലിറ്റീസ് ആർ കൺഫൈൻഡ് ടു വൺ ഓർഗനൈസേഷൻ ആക്ടിവിറ്റി. ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് പോയിന്റ്. എടാ ഈ 3 ലെവല്, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, അത് കോർപ്പറേറ്റ് ലെവൽ, ബിസിനസ് ലെവൽ, ഫംഗ്ഷൻ, ഇതിൽ കസ്റ്റമേഴ്സ് ആയിട്ട് എംപ്ലോയീസ് ആയിട്ട് ഏറ്റവും ടച്ച് ഉള്ള ആളാരാണ്? കോർപ്പറേറ്റ് ലെവൽ, ബിസിനസ് ലെവൽ, ഫംഗ്ഷൻ ലെവൽ. ഇതിനകത്ത് ഏറ്റവും താഴെ തട്ടില് കസ്റ്റമേഴ്സ് ആയിട്ട്, പീപ്പിൾ ആയിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പിച്ച് നിൽക്കുന്ന ലെവൽ മാനേജേഴ്സ് ആരാണ്? ഫംഗ്ഷൻ ലെവൽ മാനേജേഴ്സ് അല്ലേ? ആളുകളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള മാനേജർ ആരാണ്? ഫംഗ്ഷൻ ലെവൽ മാനേജേഴ്സ് അല്ലേ? യെസ്. സോ അവർക്ക് എന്ത് കിട്ടും? കസ്റ്റമേഴ്സിന് ടേസ്റ്റ് കിട്ടും. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഒക്കെ ആദ്യം അറിഞ്ഞ അവരാണ്. ദേ പ്രൊവൈഡ് ദ മോസ്റ്റ് ഓഫ് ദ ഇൻഫോർമേഷൻ. അവർ ഈ കസ്റ്റമറുടെ ടേസ്റ്റ് കിട്ടിയാൽ അവരത് ആർക്ക് കൊടുക്കണം? ഈ ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലും കൊടുക്കണം. കസ്റ്റമറുടെ റിക്വയർമെന്റ്സ് എന്താണ് അത് ആദ്യം മനസ്സിലാക്കുന്ന ആരാണ്? ഫംഗ്ഷണൽ ലെവൽ മാനേജർ. അത് കിട്ടിക്കഴിഞ്ഞാൽ അവരത് എന്ത് ചെയ്യണം? അത് ബാക്കിയുള്ള 2 ലെവലും ഷെയർ ചെയ്യണം. സോ ദാറ്റ് ദേ ക്യാൻ ഫോർമുലേറ്റ് എ റിയലിസ്റ്റിക് ആൻഡ് അറ്റൈനബിൾ സ്ട്രാറ്റജി. എടാ ഈ ഫംഗ്ഷനിലാണ് ഏറ്റവും താഴെ തട്ടിലുള്ളത്. അവരാണ് ഈ കസ്റ്റമേഴ്സ് ഒക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആർക്കറിയാം? ഇവർക്കറിയാം. ഈ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഇൻഫോർമേഷൻ ഇവരെന്ത് ചെയ്യും? ബിസിനസ് ലെവലിലും കോർപ്പറേറ്റ് ലെവലിലും ഷെയർ ചെയ്യും. സോ ദാറ്റ് ദേ ക്യാൻ ഫോർമുലേറ്റ് എ റിയലിസ്റ്റിക് ആൻഡ് അറ്റൈനബിൾ സ്ട്രാറ്റജി. കോർപ്പറേറ്റ് ലെവലിലും ബിസിനസ് ലെവലിലും റിയലിസ്റ്റിക്, ഇതാണ് കീവേഡ്, റിയലിസ്റ്റിക് ആൻഡ് അറ്റൈനബിൾ സ്ട്രാറ്റജി. ബിസിനസ് ലെവലിലും കോർപ്പറേറ്റ് ലെവലിലും റിയലിസ്റ്റിക് ആൻഡ് അറ്റൈനബിൾ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ആര് നൽകും? ഫംഗ്ഷണൽ ലെവൽ മാനേജേഴ്സ് നൽകും. ഓക്കെ ആണോടാ? യെസ്. ഓക്കെ. നെക്സ്റ്റ്. എടാ ഇതിൽ ഏതാണ് ഫംഗ്ഷണൽ ലെവൽ മാനേജർ ഏറ്റവും കൂടുതൽ വരുന്നത്? സ്ട്രാറ്റജി ഫോർമുലേഷൻ ആണോ സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ? ഏതാണ് ഇതിനകത്ത് ഫംഗ്ഷണൽ ലെവൽ മാനേജർ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? സ്ട്രാറ്റജി ഫോർമുലേറ്റ് ആണോ അത് ഇംപ്ലിമെന്റ് ചെയ്യാനാണോ? ഇംപ്ലിമെന്റേഷൻ. എടാ ടോപ്പ് ലെവൽ ആൾക്കാർ ഫോർമുലേറ്റ് ചെയ്യും, ബോട്ടം ലെവൽ ആൾക്കാർ അത് ഇംപ്ലിമെന്റ് ചെയ്ത് കാണിക്കും. ശരിയല്ലേ? ഏറ്റവും ബോട്ടം ലെവൽ ഇപ്പൊ ആരുള്ളത് ഇവിടെ? സ്ട്രാറ്റജിക് ഫംഗ്ഷൻ ലെവൽ അല്ലേ? സോ ദെയർ റെസ്പോൺസിബിലിറ്റീസ് നോക്കിയാൽ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജേഴ്സ് ആൻഡ് ഓപ്പറേഷൻ ലെവൽ ഈസ് സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ. അവർ ഇംപ്ലിമെന്റ് ചെയ്ത് കാണിക്കും. കോർപ്പറേറ്റ് ലെവലും ബിസിനസ് ലെവലും ഉണ്ടാക്കുന്ന പ്ലാൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ ആണോ? കോർപ്പറേറ്റ് ലെവലും ബിസിനസ് ലെവലും ഉണ്ടാക്കുന്ന പ്ലാൻസ് ഉണ്ട്, അതൊക്കെ ഇംപ്ലിമെന്റേഷൻ ചെയ്തതാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി? നമ്മുടെ ഫംഗ്ഷൻ ലെവൽ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ ആണോ? എടാ ഞാൻ ഡൗട്ട് ആയിക്കട്ടെ, ഞാനിപ്പോ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറയണേ. 3 ലെവൽസ് ഉണ്ട് അല്ലെ? കോർപ്പറേറ്റ് ലെവൽ, ബിസിനസ് ലെവൽ, ഫംഗ്ഷണൽ ലെവൽ.
ഫങ്ഷണൽ ലെവൽസ് അവരുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്താൽ മാത്രമാണ് ബിസിനസ് ലെവലിന് അവരുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ പറ്റൂ. ശരിയല്ലേ? ഫങ്ഷണൽ ലെവല് അവരുടെ ടാർഗറ്റ്സും അവരുടെ ഒബ്ജക്റ്റീവ്സും മീറ്റ് ചെയ്താൽ മാത്രമാണ് ബിസിനസ് ലെവലിന് അവരുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ പറ്റും. ശരിയല്ലടാ? ശരിയല്ലേ? ബിസിനസ് ലെവൽ അവരുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്താൽ മാത്രമേ കോർപ്പറേറ്റ് ലെവൽസിന് അവരുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ശരിയല്ലേ? ഞാൻ പറഞ്ഞ ശരിയാണോ അല്ലയോ? കമന്റ് ചാറ്റ് ബോക്സ്. മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് പറയാം. വൺസ് മോർ എന്ന് പറയാം. മനസ്സിലായിട്ടില്ലെങ്കിൽ വൺസ് മോർ എന്ന് പറയാം. മനസ്സിലായിട്ടെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഫങ്ഷണൽ ലെവലിലുള്ള ആളുകൾ അവരുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്താൽ മാത്രമല്ല ബിസിനസ് ലെവലിലുള്ള ആൾക്കാരുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ പറ്റൂ. യെസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ കോർപ്പറേറ്റ് ലെവൽ ഉണ്ട്. ഇവിടെ 3 ബിസിനസ് ലെവൽ മാനേജേഴ്സ് ഉണ്ട്. ഓക്കെ ആണോ? ഇതിൻ്റെ ഉള്ളിൽ ഒരു 3 ഫങ്ഷണൽ ലെവൽ മാനേജേഴ്സ് ഉണ്ട്. ഓക്കെ ആണോ? ഇതിൽ ഓരോ ഫങ്ഷണൽ ലെവൽ മാനേജേഴ്സ് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ മാത്രമല്ല ബിസിനസ് ലെവലിൽ ടാർഗറ്റ് അച്ചീവ് ആവും. ഇതിൽ ഓരോ ബിസിനസ് ലെവലും അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ മാത്രമല്ലേ കോർപ്പറേറ്റ് ലെവൽ അവന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റൂ. അല്ലെ? ശരി. സോ ഫങ്ഷണൽ ലെവൽ മാനേജേഴ്സ് helps in achieving the role of the functional level strategy is to help in fulfilling the objectives of business level and corporate level എന്ന് പറഞ്ഞ തെറ്റിപ്പോ. Functional level managers helps in achieving the objectives of corporate level and business level. ശരിയല്ലടാ? കാരണം ഇവരുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്താൽ മാത്രമാണ് ബാക്കി രണ്ടുപേർക്കും അവരുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെ? സോ ക്യാൻ വി സേ ഫങ്ഷണൽ ലെവൽ മാനേജേഴ്സ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അതർ 2 ലെവൽ? പറഞ്ഞൂടെ? യെസ് സർ, പറയാം സർ. സോ എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ളത്? ഇപ്പം കോർപ്പറേറ്റ് ലെവൽ പഠിച്ചു, ബിസിനസ് ലെവൽ പഠിച്ചു. അടുത്തത് ഫങ്ഷണൽ ലെവൽ മാനേജേഴ്സ്. അതിനകത്ത് 5 പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? they are more focused on എന്താണ്? they have to formulate strategy for one particular business function. അവർ ആ പെർട്ടിക്കുലർ ബിസിനസ് ഫംഗ്ഷൻ മാത്രം സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്താൽ മതി. their responsibilities are confined to one organizational activity. അവിടെ ഒരു ആക്ടിവിറ്റി മാത്രം അവർ നോക്കിയാൽ മതി. പിന്നെന്താണ്? അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആർ എന്താണ്? സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ. പിന്നെന്താ പറഞ്ഞത്? they provide most information to corporate level and business level so that they can formulate a realistic and attainable strategy. Okay ആണോടാ? നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞിട്ടുള്ളത്? they help for functional level managers helps in achieving strategies of helps in achieving objectives of other 2 levels. Yes. Done. ഇതാണ് ഫങ്ഷണൽ ലെവൽ മാനേജേഴ്സ്. എന്തൊക്കെയാ ഫങ്ഷണൽ ലെവൽ മാനേജേഴ്സ്? ഫോർമേറ്റ് സ്ട്രാറ്റജി ഫോർ വൺ പെർട്ടിക്കുലർ ബിസിനസ് ഫംഗ്ഷൻ. പിന്നെ റെസ്പോൺസിബിലിറ്റി കൺഫേർഡ് വൺ ഓർഗനൈസേഷൻ ആക്ടിവിറ്റി. റെസ്പോൺസിബിലിറ്റീസ് ആർ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ. പ്രൊവൈഡ് ഇവരാണല്ലോ ഏറ്റവും താഴെ തട്ടിലുള്ളത്. ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടുന്നത്. ഈ ഇൻഫോർമേഷൻ ഇവർ ആർക്ക് കൊടുക്കും? മറ്റ് 2 ലെവൽസിന് കൊടുക്കും. സോ ദാറ്റ് ദേ ക്യാൻ ഫോർമുലേറ്റ് എ റിയലിസ്റ്റിക് ആൻഡ് അറ്റൈനബിൾ സ്ട്രാറ്റജി ആൻഡ് ദേ ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അതർ 2 ലെവൽ. ഓക്കെ ആണോടാ? ഇത്രയും പോയിന്റ്സ് നമ്മളിപ്പോ പഠിച്ചു. ഓക്കെ ആണോടാ? കമന്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. യെസ് സർ. ഓക്കെ ആണ് സർ. ഓക്കെ ആണ് സർ. സോ നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തു. നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് എന്തായിരുന്നു? ഡേ 2 എസ്എമ്മും ലെവൽസും രണ്ടും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യും? നമ്മൾ സ്ട്രാറ്റജിക് ഇന്റന്റ്. അതിന്റെ അപ്പുറത്തെ ക്ലാസ്സിൽ ചാപ്റ്റർ 1 കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക്. നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിനെ കുറിച്ച് ഞാൻ പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ compilation of 3 things: study material, RTP, previous year question, MTP. minimum 5 attempts. ഇതിന്റെ എന്താണ്? കമ്പൈലേഷൻ ആണ്. സോ ഇതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒരു തവണ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ നോർമലി പറയാറുള്ളത് എക്സാമിന് എഴുതുന്ന മുന്നേ മിനിമം 2-3 RTP ചെയ്യണം. പക്ഷെ നമുക്ക് ഈ RTP മൊത്തം ഡൗൺലോഡ് ചെയ്ത് നോക്കാന്നുള്ളത് പറഞ്ഞാല്
പ്രാക്ടിക്കലി എത്രത്തോളം കുട്ടികൾ ചെയ്യാറുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. സോ അതുകൊണ്ടാണ് ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തു, മിക്സ് ആക്കിയിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. സോ ഈ ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്ത പോലെ SM സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് ആയി, RTP ക്വസ്റ്റ്യൻസ് ആയി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയി, മോക്ക് ടെസ്റ്റ് പേപ്പർ ക്വസ്റ്റ്യൻസ് ആയി. നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടി നമ്മൾ ഒരു ബുക്കിനകത്ത് ഒരു ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചുമ്മാ ഡൗൺലോഡ് നിങ്ങൾക്ക് തന്നെ പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് തന്നെ ചെയ്യാനേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ICAI സൈറ്റിൽ കയറി നിങ്ങൾക്ക് ചുമ്മാ ഡൗൺലോഡ് ചെയ്യാം, ചെയ്താൽ മതി. എനിക്ക് അത്രേ ഉള്ളൂ. നിങ്ങൾ എന്റെ ബുക്ക് തന്നെ എടുത്ത് ചെയ്യണം, ഞാൻ ഒരു നിർബന്ധം പറയാം. നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ ആണോടാ? യെസ്. സോ നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് ചെയ്തു. നമുക്ക് ഇന്നത്തെ ടാർഗറ്റിൽ പഠിച്ച ടോപ്പിക്സ് ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്യാം അല്ലേ? എന്നാലല്ലേ നമുക്കൊരു ഒരു കോൺഫിഡൻസ് വരും. നാളെ രാവിലെ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യും. ശ്രദ്ധിക്കണേ. ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഒന്ന് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ഒന്ന് ലെവൽസ് ഓഫ് സ്ട്രാറ്റജി അല്ലെ? ശരിയല്ലടാ? യെസ്. അതിൽ സ്ട്രാറ്റജിക് മാനേജ് നമ്മൾ 4 ടോപ്പിക് പഠിച്ചു. ഒന്ന് ഡെഫിനീഷൻ, ഒന്ന് ഒബ്ജക്റ്റീവ്സ്, ഒന്ന് ഇമ്പോർട്ടൻസ്, ഒന്ന് ലിമിറ്റേഷൻസ്. സ്ട്രാറ്റജിക് ലെവൽ 3 ലെവൽസ് ഉണ്ട്. ഏതൊക്കെയാ 3 ലെവൽ? കോർപ്പറേറ്റ് ലെവൽ, ഓൾസോ നോൺ ആസ് സ്ട്രാറ്റജിക് ലെവൽ. ബിസിനസ് ലെവൽ, ഓൾസോ നോൺ ആസ് ഡിവിഷണൽ ലെവൽ. പിന്നെ ഫങ്ഷണൽ ലെവൽ, ഓൾസോ നോൺ ആസ് ഓപ്പറേഷണൽ ലെവൽ. ഓക്കെ ആണോ? യെസ്. ഇനി ഡെഫിനേഷൻ എന്ന് പറയുന്നത് 7 സ്റ്റെപ്സ്. എന്താ 7 സ്റ്റെപ്സ്? എന്തൊക്കെയാ 7 സ്റ്റെപ്സ്? വിഷൻ, മിഷൻ, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജിക് ഫോർമുലേഷൻ, സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ, സ്ട്രാറ്റജിക് ഇവാലുവേഷൻ, സ്ട്രാറ്റജിക് കൺട്രോൾ. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് CACS. ഒന്ന് കോമ്പറ്റീറ്റീവ് advantage so that you can gain dominance over the market, so that you can outperform the competitor. അപ്പുറത്തിപ്പുറത്തായി പോയി അല്ലെ? കുഴപ്പമില്ല. ഇവിടെ നിന്നാണ് ഗൈഡ് ദ കമ്പനി ടു കോമ്പീറ്റ് സക്സസ്ഫുള്ളി. ഇമ്പോർട്ടൻസ് ലിമിറ്റ്, ലിമിറ്റേഷൻസ് പറയുമ്പോൾ ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട്, ടൈം കൺസ്യൂമിങ്, costly, difficult to predict, and last one complex and turbulent. Importance gives direction, proactive rather than reactive, longevity, framework for decision making, corporate defense mechanism, core competency and competitive advantage. Helps to find or identify opportunity. ഇത്രയുമാണ് നമ്മുടെ SM എന്ന് പറയുന്ന ടോപ്പിക്. ഇനി നേരെ ഇവിടെ വന്നു. ഇവിടെ എന്തൊക്കെയുള്ളത്? ഇവിടെ 7 പോയിന്റ്സ് ഉണ്ട് അല്ലെ? എന്തൊക്കെയാ 7 പോയിന്റ്സ്? വിഷൻ, മിഷൻ, ഗോൾ ഫോർ entire organization, leadership for entire organization, determine what business we have to do, allocating resources for each business, formulating and implementing strategy for each business, and who am I am the guardian of shareholders welfare. And last one എന്തായിരുന്നു? Act as a link between shareholder and business level manager. 7 points. ഇവിടെ 3 പോയിന്റ് ഉണ്ട്. എന്തൊക്കെയാണ്? also known as head of division, also known as formulates strategy for that particular business, translate and the general statement into specific one. Functional level 5 പോയിന്റ് ഉണ്ട്. ഒന്ന് formulate strategy for that particular business function. Responsibilities are confined to one organizational activity.
ഏറ്റവും ലോവർ ലെവലിലുള്ളതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടും? പ്രൊവൈഡ്സ് മോസ്റ്റ് ഓഫ് ദ ഇൻഫർമേഷൻ ടു other two level so that they can formulate a realistic and എന്തായിരുന്നു attainable strategy. പിന്നെന്താണ്? മോർ ഫോക്കസ് ഓൺ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, അവിടെ ലാസ്റ്റ് വൺ ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് ലെവൽ ആൻഡ് ബിസിനസ് ലെവൽ. ഇത്രയുമാണ് നമ്മുടെ ടോപ്പിക്സ്. എടാ, നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും ഞാൻ എന്റെ CA ഫൈനൽ ആയാലും CA ഇന്റർ ആയാലും ഞാൻ പാസ്സാവാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ ഇസ് തിയറി സബ്ജക്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് തിയറി ഇഷ്ടമല്ലായിരിക്കാം. എനിക്ക് തിയറി ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. തിയറി സബ്ജക്ട് ഉണ്ടായത് കൊണ്ട് മാത്രം പഠിച്ച് പാസ്സായതാണ് ഞാൻ. തിയറിയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്സ് ഉള്ളത്, ഏറ്റവും കൂടുതൽ എക്സംഷൻസ് ഉള്ളത് തിയറിയിലാണ്. ഓക്കെ, അപ്പൊ തിയറി ഞാൻ തിയറി പഠിക്കാൻ എടുത്ത സ്ട്രാറ്റജീസ്, എന്റെ ചെറിയ ചെറിയ വിദ്യകളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഓരോ ടോപ്പിക് ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഓക്കെ, ഇന്നത്തെ ദിവസം ഇതൊക്കെയാണ് പഠിച്ചത്. ഓക്കെ, നമ്മൾ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചാർട്ട് ഉണ്ടാക്കി വെക്കാം. ഇതുപോലെ നമ്മൾ ചാർട്ട് ഉണ്ടാക്കിയിടും. ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചാർട്ട് ഉണ്ടാക്കി വെക്കാം. ആ ചാർട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന മുന്നേ ജസ്റ്റ് തൊട്ട് ദിവസം മുന്നേ പഠിച്ച ടോപ്പിക് ഒന്ന് റിവൈസ് ചെയ്യാം. ഈ ചാർട്ടിലോട്ട് റിവൈസ് ചെയ്യാം. മനസ്സിലായോടാ? നമ്മൾ ഡേ 1 പഠിച്ച ചാർട്ട് ഉണ്ടാക്കി. ഇപ്പൊ ഡേ 2, ഇതാണ് നമ്മുടെ ഡേ 2 നമ്മൾ പഠിച്ച ചാർട്ടാണിത്. നമ്മൾ ഡേ 1 ചാർട്ട് ഉണ്ടാക്കി, ഡേ 2 ചാർട്ട് ഉണ്ടാക്കി, ഡേ 3 ചാർട്ടോട് കൂടി നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ചാപ്റ്റർ 1 കഴിഞ്ഞു. നാളത്തെ 2 മണിക്കൂറോട് കൂടി നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇമ്പോർട്ടൻസ് ഓഫ് മേക്കിംഗ് ദ ചാർട്ട്. കാരണം നമുക്ക് എക്സാമിന്റെ തലേ ദിവസം ഇരുന്ന് എല്ലാ സ്റ്റഡി മെറ്റീരിയലും ഇരുന്ന് വായിക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ല. അപ്പൊ എക്സാമിന്റെ തലേ ദിവസം നമുക്ക് എന്താ നോക്കാൻ പറ്റൂ? ഈ ചാർട്ട് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരു ഓൾ ഇന്ത്യ റാങ്കിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് പുള്ളിക്കാരി പറഞ്ഞത്, ഒരു ലേഡി ആയിരുന്നു, അവള് പറഞ്ഞത് എക്സാമിന് തലേ ദിവസം 2-3 തവണ റിവൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു തിയറി സബ്ജക്ട്സ് എന്നാണ് പറഞ്ഞത്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം എനിക്കൊക്കെ എക്സാമിന്റെ തലത്ത് ഒരു തവണ ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ സമയം കിട്ടുന്നില്ലായിരുന്നു. ആ പുള്ളിക്കാരി 3 പ്രാവശ്യമൊക്കെ റിവൈസ് ചെയ്തെന്നാ പറഞ്ഞത്. അങ്ങനെ ഞാൻ അപ്പൊ ആ ഇന്റർവ്യൂ പുള്ളിക്കാരുടെ ഷോർട്ട് നോട്ട്സ് ഒക്കെ കൊണ്ടുപോയി. അപ്പൊ ഒരു ബുക്ക് എടുത്തു, ഒരു ചെറിയ ബുക്ക്. എനിക്ക് പറഞ്ഞു ഇതെന്താണെന്ന് അറിയാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പൊ ആങ്കർ ചോദിച്ചു എന്താണ്? ഇതാണ് എന്റെ ഓഡിറ്റിങ്ങിന്റെ ബുക്ക്. ഒരു ചെറിയ 50 പേജസിന്റെ ഒരു ബുക്ക്. ഈ 50 പേജസിന്റെ ബുക്കിലാണ് ഫുൾ ഓഡിറ്റിംഗ് ഉള്ളത്. എൻറ്റയർ ഓഡിറ്റിങ്ങിന്റെ 2 മൊഡ്യൂൾ ഈ ചെറിയ 50 പേജ് ബുക്കിലുണ്ട്. സംഭവം എന്താണ്? ഓരോ ദിവസം പഠിച്ചു കഴിഞ്ഞിട്ട് ആ മാഡം ഇതുപോലത്തെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ആ ഷോർട്ട് നോട്ട്സ് ആണ് അടുത്ത ദിവസം റിവൈസ് ചെയ്യുന്നത്. അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡി മെറ്റീരിയൽ എക്സാമിന്റെ തലേ ദിവസം 2 തവണ 3 തവണ ഒരിക്കലും നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് ഷീ ഡിഡ് വാസ്, ഇതുപോലത്തെ ഷോർട്ട് നോട്ട്സ് ഇതായിരുന്നു അവർ എന്ത് ചെയ്തത്? 2 തവണയും 3 തവണയും 4 തവണയും റിവൈസ് ചെയ്തത്. ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയാറുള്ളത്. ഞാൻ എന്റെ കുട്ടികളുടെ അടുത്ത് ഇത്തവണ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ ചാർട്ട് ബുക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചാർട്ട് ബുക്സ് ഞാൻ ഇന്ന് മുതൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ അതിന്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും. സോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇതുപോലത്തെ ചാർട്ട് ബുക്സ് ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ്മേറ്റ്സിന്റെ അല്ലെങ്കിൽ കാംബ്ലിന്റെ ചാർട്ട് ബുക്സ് കിട്ടും. ഡ്രോയിങ് ബുക്ക് എന്ന് പറയുന്നതാണ്, പ്ലെയിൻ ഡ്രോയിങ് ബുക്ക്. ആ ഡ്രോയിങ് ബുക്കിനകത്ത് എൻറ്റയർ ചാപ്റ്ററിന്റെ ചാർട്ട് നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യും. നമ്മുടെ ഗ്രൂപ്പിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം ചാർട്ട് ബുക്സ്. എന്റെ മറ്റു സ്റ്റുഡൻസ് ഉണ്ടാക്കിയ ചാർട്ട് പേപ്പേഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, സോ ഇതുപോലെ ചാർട്ട് ആക്കി കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എക്സാമിന്റെ തലേ ദിവസം റിവൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കി, എൻറ്റയർ ടോപ്പിക് ഇവിടെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാ എൻറ്റയർ ടോപ്പിക് ഇവിടെ ഉണ്ട്. ഒന്നും തന്നെ ഇവിടെ മിസ്സായിട്ടില്ല. നോക്കി, 7+3+5 15 പോയിന്റ്സ് ആയി ഇവിടെ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ദിസ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ചാർട്ട് ബുക്ക്. മനസ്സിലാവുന്നുണ്ടോ? സോ ദിസ് ഈസ് അവർ ഡേ 2. നമ്മുടെ ഡെമോ സെഷൻസ് ഇവിടെ കംപ്ലീറ്റ് ആയി. നാളെ മുതൽ നമ്മുടെ പെയ്ഡ് സെഷൻസ് ആണ് സ്റ്റാർട്ട് ആവുന്നത്. നാളെ മുതലാണോ എന്നറിയില്ല. ഓഫീസ് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യും. സോ പറഞ്ഞു വന്നത് നമ്മുടെ ഡേ 1 ആയാലും ശരി, ഡേ 2 ആയാലും ശരി, പഠിച്ച ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ടും റിവൈസ് ചെയ്യുക. എപ്പോഴും ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞ തിയറി സബ്ജക്ട് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ്. പിന്നെ നിങ്ങൾ മറന്നോ, ഡി ലേണിംഗ്. പിന്നെ വീണ്ടും നിങ്ങൾ ഓർത്തെടുക്കണം, റീലേണിംഗ്. ഇത് ഒരു സൈക്ലിക് പ്രോസസ്സാണ്. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. പഠിക്കുക, മറക്കുക, പഠിക്കുക. സോ മറക്കുന്നത് ഒരു വലിയ തെറ്റല്ല. അത് മറന്നില്ലെങ്കിലും നിങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന്. സോ തിയറി പഠിച്ചിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ യു ആർ എ നോർമൽ ഹ്യൂമൻ ബീങ് എന്നാ ഞാൻ പറയാം. മറന്നു പോയിട്ടില്ലെങ്കിലാണ് നിങ്ങൾ വലിയ എന്തോ സംഭവം. മറന്നു പോകുന്നത്
എന്താ പറയാ സ്വാഭാവികമാണ്. സോ നിങ്ങൾ അതെന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യാൻ വേണ്ടി യു ഹാവ് ടു പ്രിപ്പയർ ദീസ് കൈൻഡ് ഓഫ് ചാർട്ട് ബുക്സ്. സോ വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു, ഇതിന്റെ ഫസ്റ്റ് ഹാഫിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഫസ്റ്റ് ഹാഫിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഐ ഹോപ്പ് എടുത്തു വെച്ചു. ഇതാ സെക്കൻഡ് ഹാഫിന്റെ സ്ക്രീൻഷോട്ട്. സെക്കൻഡ് ഹാഫിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു. ഓക്കെ ആണോ? ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഞാനിപ്പോ ഇതിപ്പോ എനിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ എഴുതിയത്. നമ്മൾ ഉണ്ടാക്കുന്ന ഷോർട്ട് നോട്ട്സ് നമുക്ക് മനസ്സിലായാൽ മതി, വേറെ ആർക്കും മനസ്സിലാവുന്നില്ല. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ഡേ 2. സോ നമുക്ക് ഹോപ്പ് യു വിൽ ഫൈൻഡ്, നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക്, ലൈവ് ക്ലാസ്സിന് പേയ്മെന്റ് ചെയ്തവർക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഇനി അത് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ഇൻഫോം ചെയ്യും. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്റർ 1 വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.